ഇന്നലെ ഞാൻ പറഞ്ഞു 13.7 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ നിത്യനായ ദൈവം ഉളവാകട്ടെ എന്നർത്ഥം വരുന്ന ഒരു വാചകം പറഞ്ഞു എന്ന് തിരുത്താൻ പോവുക. നമ്മുടെ വേദപുസ്തകത്തിൽ ഉളവാകട്ടെ എന്ന് ദൈവം പറഞ്ഞുവെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എബ്രായ വേദപുസ്തകത്തിൽ ഉളവാകട്ടെ എന്നർത്ഥം വരുന്ന ഒരു പാട്ടുപാടിയെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് സസ്യങ്ങൾ കൂട്ടമായി ഉളവാകട്ടെ, മത്സ്യങ്ങൾ ഉളവാകട്ടെ, വെളിച്ചം ഉളവാകട്ടെ എന്നിങ്ങനെ അർത്ഥം വരുന്ന ഒരു പാട്ടുപാടി എന്നാണ് എബ്രായ വേദപുസ്തകം. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ ആദ്യത്തെ ബിഗ് ബാങ് വേണ്ടിയവർ കേട്ടു. ആദ്യത്തെ ബിഗ് ബാങ് 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെതുമെന്ന് നമ്മൾ പറയും. ശാസ്ത്രം പറഞ്ഞു ജി ബോസൻ, എക്സ് ബോസൻ, ഡബ്ല്യു ബോസൻ എന്ന 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഉണ്ടായത്. ആ ശബ്ദങ്ങൾ ഒരു ഗാനമായിരുന്നു. ഇറ്റ്സ് എ കോസ്മിക് മ്യൂസിക്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മിഷിയക്കാക്കു പറയുന്നത്, ഇന്ന് ലോകത്തിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒന്നാമനാണ് മിഷിയക്കാക്കു. അദ്ദേഹം പറയുന്നത് ഇറ്റ് വാസ് എ മ്യൂസിക്. 3 പേർ ചേർന്ന് പാടിയ ഒരു ശബ്ദമാണ്. ഈ 3 ശബ്ദങ്ങളെ ഒരുമിച്ച് ചേർത്തത് നടുക്കത്തെ ശബ്ദമാണ്. അത് പുത്രനാണ്. കൊലോസ്യ ലേഖനം പറഞ്ഞു, അവനായിട്ടും അവൻ മുഖേനയും സകലതും സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ നിത്യനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് പ്രപഞ്ചം സൃഷ്ടിച്ചു. ദൃശ്യവും അദൃശ്യവുമായത് പ്രപഞ്ചത്തിൽ സ്ഥാപിച്ചു. ദൃശ്യമെന്നത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും, അദൃശ്യമെന്നത് ദൂതന്മാരെയും കുറിക്കുന്ന പദമാണ്. ദൂതന്മാരെ അതത് നക്ഷത്രങ്ങളിൽ, നക്ഷത്രമണ്ഡലങ്ങളിൽ പാർപ്പിച്ചു. അതിശക്തന്മാരും ഏറ്റവും വലിപ്പമുള്ളവരുമായ ദൂതന്മാരെ സ്വർഗത്തിൽ തന്നെ പാർപ്പിച്ചു. അവരുടെ വലിപ്പമൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നാം ഉൾപ്പെടുന്ന നമ്മുടെ ഭൂമിയുടെ അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ഇവർ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ് നമ്മുടെ സൂര്യന്. നമ്മുടെ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ് നമ്മുടെ സൂര്യന്. നമ്മുടെ സൂര്യൻ ആകാശത്തിലെ കുട്ടി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലാണ്. കുട്ടി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രത്തിന് നമ്മുടെ സൂര്യനേക്കാൾ 25,000 ബില്യൺ 225 ലക്ഷം കോടി ഇരട്ടി വലിപ്പമാണ്. സൂര്യനേക്കാൾ 25 ലക്ഷം കോടി ഇരട്ടി വലിപ്പമാണ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള വലിയ നക്ഷത്രം. യുവൈ കാനിസ് മജോറിസ് എന്ന് അദ്ദേഹത്തെ വിളിക്കും. അതിൻ്റെ വെളിച്ചവും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ചൂടും അങ്ങനെ തന്നെയാണ്. ഈ വലിപ്പ ചെറുപ്പ വ്യത്യാസമുള്ള നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് അതിനകത്തെല്ലാം ഈ ദൂതന്മാരെ പാർപ്പിച്ചു. ഈ വലിയ നക്ഷത്രങ്ങളിൽ പോലും കൊള്ളാത്ത വലിയ ദൂതന്മാരെ സ്വർഗത്തിൽ പാർപ്പിച്ചു. അതിലൊരുത്തനായിരുന്നു ലൂസിഫർ. സ്വർഗവും ഈ ഇതര യൂണിവേഴ്സും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ നിഗമനമനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം ട്രൂ നോർത്തിനെ ലക്ഷ്യമാക്കി, വടക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എത്ര വർഷമായി? 13.7 ബില്യൺ 1370 കോടി വർഷമായി ഇത് വടക്കോട്ട് യാത്ര ചെയ്യുക. വടക്കേ അറ്റത്തെ ശക്തിയും പ്രപഞ്ചവും തമ്മിൽ വടം പിടിച്ചിട്ട് എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതൽ വേഗതയിൽ ഇത് വടക്കോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ വടക്കിരിക്കുന്ന സാധനത്തിൻ്റെ വലിപ്പം എന്നായിരിക്കും? ഒരു ബ്രദർ ഇൻ്റർനെറ്റ് നോക്കുന്നത് ഞാൻ കണ്ടു. കൂട്ടത്തിൽ വൈറ്റ് സിറ്റിയും കൂടെ ഒന്ന് നോക്കിയേക്ക്. മോനെ, ഇത് കഴിഞ്ഞാണെങ്കിൽ കുറച്ച് മനസ്സിലാവും. വൈറ്റ് സിറ്റിയും കൂടെ ഒന്ന് നോക്കിയേക്ക്. ഈ 2 എയർ ഒബ്സർവേറ്ററികൾ കണ്ടുപിടിച്ചത് വൈറ്റ് സിറ്റി എന്ന പേരിൽ വടക്കേ അറ്റത്തൊരു പട്ടണമുണ്ടെന്ന്. ഇന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തു വരുന്നില്ല. കാര്യം ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ ഉയർത്തുകയോ വേറൊരു മതത്തിൻ്റെ വിശ്വാസത്തെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്ന യാതൊന്നും ഇൻ്റർനെറ്റിലിടാൻ പാടില്ല. ആ കാരണത്താലില്ല. പക്ഷേ പണ്ടിട്ടത് ഇപ്പോഴും ചിലത് കിടപ്പുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആണ്ടി നോക്കിയില്ല, ഞാൻ നോക്കിയിട്ട് 4-5 വർഷമായി. 4-5 വർഷത്തിന് മുമ്പേ കണ്ടു. ആരെങ്കിലും കോപ്പി ചെയ്തതിലും ഇട്ടിട്ടുണ്ട് വൈറ്റ് സിറ്റി. ഞാൻ കോപ്പി ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് സിറ്റി. ആ പട്ടണത്തിൻ്റെ പ്രത്യേകത കേൾക്കണം. പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ഗോളാകൃതിയോ ഒരു ബോളിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പ്, കോഴിമുട്ടയുടെ ഷേപ്പോ ആണ്. പക്ഷേ ഈ പറയുന്ന സാധനം ക്യൂബിക്കലാണ്. നീളവും വീതിയും ഉയരവും തുല്യം. നിങ്ങളങ്ങനെ ഒരു പട്ടണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുതിയ യെരൂശലേം വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇപ്പം 2 പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററികൾ പറഞ്ഞു ഒരു സിറ്റി കണ്ടിട്ടുണ്ട്. ഒന്ന് നിറം തൂവെള്ളയാണ്, 2 നീളവും വീതിയും ഉയരവും തുല്യമായ ക്യൂബിക്കൽ ഷേപ്പാണ്. അങ്ങനെ ഒന്നേ ഉള്ളു പ്രപഞ്ചത്തിൽ സോഫാർ കണ്ടത്. 3, അതിൻ്റെ വലിപ്പം കണക്ക് കൂട്ടാൻ ആരെയെ കൊണ്ട് ഒക്കത്തില്ല. എങ്കിലും അതിൻ്റെ വട്ടത്തിൽ ഒരു മതിലുള്ളതായി മനസ്സിലാകാം. ആ മതിലിൻ്റെ മുമ്പിൽ ഒരു ഗേറ്റുണ്ട്. വീതിക്ക് ചുറ്റും ഒരു മതിലും ആ മതിലിൻ്റെ മുമ്പിൽ ഒരു ഗേറ്റുമുണ്ട് എന്ന് ബൈബിൾ പറയുന്നു സ്വർഗത്തെക്കുറിച്ച്.
ഇവർ പറഞ്ഞു ഒരു 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 ഗേറ്റുണ്ട്, ആ ഗേറ്റിൻ്റെ വലിപ്പം ഒന്ന് കേട്ടോണം. 18 ട്രില്യൺ നോട്ടിക്കൽ മൈലാണ് അതിൻ്റെ വീതി. ഇവർ കണക്ക് കൂട്ടി വെച്ച് ഇവിടെ നിന്ന് കറക്റ്റ് അളക്കാനൊന്നും നോക്കത്തില്ല, ഇവിടെങ്ങും അല്ല, ഇതങ്ങ് അകലെയാണ്. പക്ഷേ അവർ അളന്നേച്ച് ഒക്കുന്ന അളവിൽ അളന്നേച്ച് പറയുന്നത് 18 ട്രില്യൺ നോട്ടിക്കൽ മൈൽ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ എന്തുവാ? 1ൻ്റെ വലത്തുവശത്ത് 12 പൂജ്യം ഇടണം, അതാ ട്രില്യൺ. 18 ട്രില്യൺ നോട്ടിക്കൽ മൈലാണ് ആ ഗേറ്റിൻ്റെ വീതി. അതാണ് സ്വർഗത്തിൻ്റെ വലിപ്പം. ഈ ചില്ലറ നക്ഷത്രങ്ങളിൽ ഒതുങ്ങാത്ത പുള്ളികളെ സ്വർഗത്തിലോട്ടാക്കി. അങ്ങനെ 9.2 ബില്യൺ വർഷങ്ങൾ സ്വർഗത്തിൽ ഭരണം നടന്നു. 9.2 ബില്യൺ 920 കോടി വർഷങ്ങൾ കഴിഞ്ഞതോടെ ലൂസിഫർ പറഞ്ഞു, എനിക്കും ആരാധന വേണം. ഇത് കേട്ട മാത്രയിൽ അവനെ പുറത്താക്കാൻ ദൈവം തീരുമാനിച്ചു. അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇവിടെ കൊണ്ട് പാർപ്പിക്കും. ഇന്നലെ ഞാൻ തൊട്ടെന്ന് തോന്നുന്നു, അവന് വേണ്ടിയാണ് ഈ ഭൂമി ഉണ്ടാക്കിയത്. ഈ ഭൂമി ഉണ്ടാക്കി വെച്ച് അവനോട് പറഞ്ഞു, ഒരു കുറ്റത്തിന് നിന്നെ ശിക്ഷിച്ചതാണ്, പക്ഷേ അതുകൊണ്ട് എന്നേക്കുമായൊരു ശിക്ഷയില്ല. ബൊളോവിയ എന്ന് പറയുന്ന രാജ്യത്ത്, അതിന് ഏത് പേരിട്ട് ചെക്ക് ചെയ്താൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ബൊളോവിയ എന്ന് പറയുന്ന രാജ്യത്ത് 3.5 കിലോമീറ്റർ ഉയരമുള്ളതും 3.5 കോടി വർഷം പഴക്കമുള്ളതുമായ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട് ലൂസിഫർ. 3.5 കിലോമീറ്റർ ഉയരമുള്ളത് പണിയാൻ ആരെ കൊണ്ട് വെക്കും? 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം മുഴുവൻ സ്വർണ്ണ നിറമാണ്. ആ നിറം കാണുമ്പോഴേ അറിയാം ലൂസിഫറിൻ്റെയാണ്. കാര്യം അവന് ഏറ്റവും പ്രിയമുള്ള സംഭവം അതാ. നിറം കാണുമ്പോഴേ അറിയാം ലൂസിഫറിൻ്റെയാണ്. അവൻ്റെ ഭരണ സമ്പ്രദായത്തിൽ ഒന്നായിരുന്നു, അവൻ്റെ കൾച്ചറിൽ ഒന്നായിരുന്നത്. അങ്ങനെ ഒരു കെട്ടിടം കണ്ടുകിട്ടി. അങ്ങനെ പലതും 41 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ളത് ഒക്കെ ഒരുപാടൊക്കെ കണ്ടുകിട്ടി. അവൻ്റെ തത്വത്തിനനുസരിച്ച് അവൻ്റെ സാമ്രാജ്യമാക്കി ഭൂമിയെ മാറ്റാൻ അവൻ ശ്രമിച്ചതിനാൽ ദൈവം അവനെ ഭൂമിയിൽ നിന്നും തള്ളി, അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളി. അന്നു മുതൽ അവനെ ആകാശത്തിൻ്റെ അധിപനെന്ന് വിളിച്ചു. ഇതുകൊണ്ടാണ് പണ്ടൊരിക്കൽ യേശുവിനെ ശോധന കഴിക്കാൻ വേണ്ടി സാത്താനെ പിതാവ് അനുവദിച്ചപ്പോൾ ലൂസിഫർ ഒന്ന് ഈ ഭൂമി മുഴുവൻ കാണിച്ചു വെച്ചത് എൻ്റെയാന്ന് പറഞ്ഞ്. അവന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. അത് യേശുവിനും അറിയാം, അവനും അറിയാം. അല്ലെന്നൊന്നും ആർക്കും പറയാനൊക്കെയില്ല. അവന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ അവനെ ഇവിടെ നിന്ന് തള്ളി അതിന് പകരം മനുഷ്യനെയാക്കി. ആദം ഹൗവമാരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഇതിനെ അടക്കി ഭരിച്ചോണം. എൻ്റെ വൈസ്രോയികളായിരിക്കണം, നീ എൻ്റെ വൈസ്രോയി ആയിരിക്കണം, എൻ്റെ സമ്പ്രദായം ഞാൻ തരുന്നത്. ആദമും ഹൗവയും പാപം ചെയ്തു. ആദം ഹൗവമാരെ ഏദനിൽ നിന്ന് തള്ളി. ഈ ഭൂമിയിൽ വരണമെങ്കിൽ ഒരാത്മാവിന് നേരിട്ട് വരാൻ ഒക്കത്തില്ല. ശ്രദ്ധിക്കണേ, ഇത്രയും സ്പീഡിൽ പോയാൽ കിട്ടും. പിന്നെ നമ്മളെല്ലാം ആത്മീയരാണ്, ഒത്തിരി സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഒരാത്മാവിന് നേരിട്ട് ഭൂമിയിൽ വസിക്കാനൊക്കത്തില്ല. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഇത് ലൂസിഫറിന് ഭരിക്കാൻ വേണ്ടി വസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. മനുഷ്യനിവിടെ വസിക്കാൻ ഉണ്ടാക്കിയതല്ലിത്. അതുകൊണ്ട് പിന്നെ ഈ ഭൂമിയെ പാഴും ശൂന്യവുമായ സാഹചര്യത്തിൽ നിന്ന് നന്നാക്കുമ്പോൾ ഇതിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു അരിപ്പ പിടിപ്പിച്ചു. സൂര്യനിൽ നിന്ന് വരുന്ന വിഷരശ്മികൾ എനിക്കും നിങ്ങൾക്കും തട്ടിയ ചത്ത് താഴെ കിടക്കും. അത് വരാതിരിക്കുവാൻ അത് ലൂസിഫറിന് കുഴപ്പമില്ല, അവന് വരാം. അവന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമിയായത്. അത് നമുക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അയണോസ്ഫിയർ ഉണ്ടാക്കി ഒരരിപ്പ വെച്ചു. ആ വിഷപരകമായ രശ്മികൾ ഇങ്ങോട്ട് വരാതിരിക്കുവാൻ. നമുക്ക് കുടിക്കാൻ വെള്ളം വെച്ചു, ശ്വസിക്കാൻ ഓക്സിജൻ തന്നു. മറ്റവൻ ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെയാണ് ഭൂമിയെ ഉണ്ടാക്കിയത്. ഇതെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടി നടത്തി ആദം ഹൗവമാരെ ഏൽപ്പിച്ചു. ഏദൻ തോട്ടത്തിൽ ന്യായവിധി നടത്തുമ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി പറഞ്ഞ പദങ്ങൾ ചാവുകടൽ ലിഖിതങ്ങളിൽ കിടപ്പുണ്ട്. ചാവുകടൽ ലിഖിതങ്ങളിൽ ബുക്ക് ഓഫ് ആഡം ആൻഡ് ഈവ് വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. എടുക്കാൻ കഴിവുള്ളവർക്ക് എടുക്കാം. വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ബുക്ക് ഓഫ് ആഡം ആൻഡ് ഈവ്, ഫസ്റ്റ് വോളിയം ആൻഡ് സെക്കൻഡ് വോളിയം, 2 വോളിയം കിടപ്പുണ്ട്. കയറി വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ആദം ഹൗവമാരെ ന്യായം വിധിക്കുമ്പോൾ ദൈവം ആദമിനെ വിളിച്ചു. എന്താടാ കാണിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ തന്ന സ്ത്രീ കൊണ്ട് തന്നു, തിന്നതാ. പിന്നെ ഒന്നും പറയുന്നില്ല അവിടെ, വിശദമായിട്ടൊന്നുമില്ല. ശപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പോട്ടെ. സ്ത്രീയെ വിളിച്ചു, ശപിച്ചു. അടുത്തത് സർപ്പത്തെ വിളിച്ചു. സർപ്പത്തോട് പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: ലീഗൽ ബോഡി, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ശരീരമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും അനുവാദമില്ല. കാര്യം മറ്റേത് ലൂസിഫറായിരുന്നു. അവൻ ഈ ഭൂമിയിൽ കയറി താമസിക്കാതിരിക്കേണ്ടതിനാണ് ഞാനിതിൻ്റെ കോസ്മോസ് മാറ്റിയത്. ആ രൂപത്തിൽ നിന്ന് ഇതിനെ മാറ്റി. ഇന്ന് മണ്ണുകൊണ്ടുള്ള ശരീരമാണ് ലീഗൽ ബോഡി, അനുവദിക്കപ്പെട്ട ശരീരം. നീ സർപ്പത്തിൻ്റെ ലീഗൽ ബോഡി കടമെടുത്തുണ്ടല്ലേടാ വന്നത്. കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നിനക്കൂടെ വരാൻ പറ്റിയത്. അല്ല, നിനക്കൂടെ വരാൻ പറ്റത്തില്ല. ഈ ലീഗൽ ബോഡിയിൽ നീ വന്നതുപോലെ ഞാനും ലീഗൽ ബോഡിയിൽ തിരിച്ചു വരും. ലീഗൽ ബോഡി ആർക്കാ? സ്ത്രീയുടെ സന്തതിക്കാ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയെ അടക്കി വാഴാനാണ് പറഞ്ഞത്. ലീഗൽ ബോഡിയിൽ ഞാൻ തിരിച്ചു വരും. അന്ന് നിൻ്റെ തല ഞാൻ തകർക്കും.
നീ എൻ്റെ കുതികാൽ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്നു, അന്ന് ഞാൻ നിൻ്റെ തല തകർക്കും, ലീഗൽ ബോഡിയിൽ ഞാൻ തിരിച്ചു വരും. ഇങ്ങനെ യേശു ലീഗൽ ബോഡിയിൽ, അതുകൊണ്ടാണ് ദാവീദിൻ്റെ സന്തതിയായി രാജ്യത്വം അങ്ങോട്ട് പിടിപ്പിച്ച ആളല്ലേ, രാജാക്കന്മാരുടെ രാജാവായി ദാവീദിൻ്റെ സന്തതിയായി ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് മറിയയിൽ നിന്ന് ജനിച്ചവനായി ഇങ്ങോട്ട് ഇറങ്ങി വന്നു, ലീഗൽ ബോഡിയിൽ വന്നു. ഓക്കെ, മനുഷ്യന് ദൈവം ലീഗൽ ബോഡി കൊടുത്തു. ഞാൻ ആ ഭാഗം തുടരട്ടെ. ആദാമിൻ്റെ മക്കളിൽ ഹാബേൽ മാത്രമേ പ്രാരംഭത്തിങ്കിൽ ദൈവത്തെ ആരാധിച്ചുള്ളൂ. ഹാബേലിനെ തല്ലിക്കൊന്ന് കളഞ്ഞു. ഒത്തിരി വിശദീകരണമുണ്ട്, വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഹാബേലിനെ തല്ലിക്കൊന്ന് കളഞ്ഞു, ഒരു ദൈവവും ചോദിക്കാൻ വന്നില്ല. അതോടുകൂടെ ആദാമിൻ്റെ ബാക്കി മക്കൾ, നമ്മുടെ വേദപുസ്തകം വായിച്ചാൽ ആദാമിന് 3-4 പിള്ളേരേ ഉള്ളല്ലേ. ചാവുകട ലിഖിതങ്ങൾ വായിച്ചാൽ 600 മക്കളുണ്ട് ആദാമിന്, 600 മക്കൾ. കാര്യം 900 വർഷം ജീവനോടിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 600 മക്കളുണ്ട് ആദാമിന്. ആദാമിൻ്റെ മരണസമയത്ത് ഭൂമിയുടെ ജനസംഖ്യ 3 ലക്ഷത്തിലധികമാണ്. അതുപോലെ ആളുകളുണ്ട്. ഈ മക്കളിൽ ഹാബേൽ മാത്രം ദൈവത്തെ ആരാധിച്ചു. ഹാബേൽ ദൈവത്തെ ആരാധിച്ച് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞിട്ട് ഒരു ദൈവവും ചോദിക്കാൻ വന്നില്ല. അതോടെ ജനം പറഞ്ഞു, നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന പരിപാടി വേണ്ട, നമുക്ക് സാത്താനെ ആരാധിക്കേണ്ട, ലൂസിഫറിനെ സാത്താൻ എന്നാണ് വിളിക്കുന്നത്, അവനെ ആരാധിക്കേണ്ട, ദൈവത്തെ ആരാധിക്കേണ്ട, നമുക്ക് നമ്മുടെയായിട്ടങ്ങ് ജീവിക്കാം. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടോ? അന്നത്തെ ഭരണഘടന ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഇത് അന്ന് തുടങ്ങിയതാണ്. നമുക്കങ്ങ് സ്വന്തമായി ജീവിച്ചു പോകാം, നമുക്ക് ഒരുത്തനെ ആരാധിക്കേണ്ട. എന്നാൽ ആദാമിൻ്റെ മകനായ ശേത്തിനൊരു മകൻ ജനിച്ചു. ശേത്തിന് മകൻ ജനിച്ചതോടെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന വീണ്ടും തുടങ്ങി. സാത്താൻ ഞെട്ടി. എടാ, ഞാൻ ദൈവത്തിന് പകരം ഭരിക്കും, എന്നെ ആളുകൾ ആരാധിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത് ഉഴപ്പിയടാ, വീണ്ടും തന്നെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. ശേത്തിൻ്റെ മക്കൾ, ശേത്തും മക്കളും. അങ്ങനെയാണെങ്കിൽ അവരെ പിടിക്കണം, ശേത്തിൻ്റെ പുറകെ കൂടി. പക്ഷേ ശേത്തിൻ്റെ ഭക്തിയും വേർപാടും സാത്താൻ ഒരു പേടിക്കും ഉള്ളതല്ല, പേടിക്കാനൊന്നുമില്ല. ഞാൻ ഒരു വലിയ ഗണ്ണുമായിട്ട് ഒരിടത്തൂടെ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കമ്പുമായിട്ട് എന്നെ എറിയാൻ വന്നത് എനിക്കെന്നെ പേടിയാണ്. എൻ്റെ കയ്യിൽ ഗണ്ണായിരിക്കുന്നത്, ഒരു ഷൂട്ടിനുള്ളതില്ല. നിങ്ങൾ അന്നേരത്താണ് നിങ്ങളൊരു കമ്പും കൊണ്ട് എന്നെ തെല്ലാൻ വരുന്നത്. നടക്കുന്ന കാര്യമല്ല. ഇതുപോലെ സാത്താൻ്റെ വലിയ ഭരണകൂടം നിലനിൽക്കുമ്പോൾ ഈ കുട്ടി വേർപാടും കൊണ്ട്, ഈ കുട്ടി ഭക്തിയും കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് അവൻ ആരാധിച്ചോട്ടെന്ന് പിശാചും വെച്ചു. അങ്ങനെ 2 ഇനം ആരാധനകൾ തുടർന്നു. ഒന്ന് സ്വയ ആരാധന, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. 2 ദൈവാരാധന. ആ പോയ കൂട്ടത്തിലാണ് 5ാമത്തെ തലമുറയിൽ, ഞാൻ കല്ലിൻ്റെ അടുക്കൽ വരിക, 5ാമത്തെ തലമുറ യാരേദിൻ്റെ അപ്പൻ മഹലയേൽ എന്നൊരാൾ ജനിക്കുന്നത്. മഹലയേൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ മഹലയേലിൻ്റെ പേര് മാത്രം കിടപ്പുണ്ട്. മഹലയേൽ ജനിക്കുന്നത്. മഹലയേൽ തൻ്റെ മക്കളെ നോക്കി വെച്ച് പറഞ്ഞു, നമുക്ക് ഈ ലെവൽ കൊണ്ട് പറ്റത്തില്ല, യഹോവയെ ആരാധിക്കണം. യഹോവയാണ് ഏക ആരാധ്യൻ, ദൈവത്തെ ആരാധിച്ചേ മതിയാകും. അദ്ദേഹം മക്കളോട് പറഞ്ഞു, നമുക്കൊരു മലയുടെ മണ്ടയ്ക്ക് കയറി താമസിക്കാം. കൃഷി സമയത്ത് മാത്രം താഴ്വരയിലേക്ക് ഇറങ്ങി കൃഷി ചെയ്ത് ആവശ്യത്തിന് വെളി, അതുകൊണ്ട് നമുക്കങ്ങ് മേളിപ്പോവാം, അവിടെ നിന്നാൽ മതി. ഈ സാധാരണക്കാരനോടുകൂടെ പാർത്താൽ അവൻ്റെ കസ്റ്റവും സിസ്റ്റവും എല്ലാം നമ്മൾ എടുക്കേണ്ടി വരും, അതൊന്നും ദൈവികമല്ല. അതുകൊണ്ട് ഭക്തന്മാരെല്ലാം കൂടെ ഒരു കുടുംബമേ ഉള്ളൂ, മലമേളിൽ കയറി താമസിച്ചു. ഈ കൃഷി സമയത്ത് മാത്രം അവർ താഴോട്ട് വരും. ആ വരുന്ന വരവിന് താഴ്വരയിലെ പെൺപിള്ളേരെ കണ്ട് ഇവർ വേണ്ടാതെ പ്രവർത്തിച്ചു. അതോടുകൂടെ ദൈവം അവരെ തള്ളി. അദ്ദേഹത്തിൻ്റെ മക്കളിൽ യാരേദ് എന്നൊരുവൻ ജനിച്ചു. മഹലയേലിൻ്റെ അടുത്ത തലമുറ, 6ാം തലമുറയാണ് യാരേദ്. യാരേദ് ഭൂമി കണ്ടതിലെ ഏറ്റവും ഭക്തനായിരുന്നു. ഭൂമി കണ്ടതിലെ ഏറ്റവും ഭക്തൻ യാരേദ് അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞു, നമുക്ക് മലമുകളിൽ താമസിക്കാം, കൃഷി ചെയ്യാൻ താവോട്ട് ഇറങ്ങണ്ട. പിന്നെ എന്നാ തിന്നും? ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ വൃക്ഷങ്ങളുടെ ഫലം തിന്ന് ജീവിക്കാൻ ആക്കിയത്. കറക്റ്റാണല്ലോ. അവിടെ മരമുണ്ട്, വൃക്ഷത്തിൻ്റെ ഫലം മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. ദൈവമാണ് വലുത്. വേർപാട്. അങ്ങനെ വേർപാട് സൂക്ഷിച്ച് അവർ മലമുകളിൽ മാത്രം താമസിച്ചു. അങ്ങനെ താമസിക്കുന്നത് സാത്താൻ കണ്ടതോടെ തീരുമാനിച്ചു, എടാ ഇത് ശരിയാകില്ല, യവനിങ്ങനെ പോയാൽ ഭൂമി ദൈവത്തിനിരിക്കും. ഭൂമി ദൈവത്തിന് കൊടുക്കാതെ തിരികെ പിടിക്കണമെങ്കിൽ മനുഷ്യനെ നാം മാറ്റിയേ മതിയാകൂ. എങ്ങനെ സാധിക്കും? ദൈവദൂതന്മാർ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി. ദൈവദൂതന്മാർ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി. അതിമനോഹരമായൊരു പാട്ട് യാരേദിൻ്റെ മക്കൾ പാർക്കുന്ന മലയിൽ കയറി പാടി. യാരേദൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കണം. യാരേദ് പറഞ്ഞു, 2 ചോദ്യങ്ങൾക്ക് മറുപടി വേണം. ഒന്ന്, ഈ പാട്ടിൻ്റെ ഒറിജിൻ എന്ത്? ഇത് എവിടുന്ന് ആരംഭിച്ചു? ആരിത് കൊണ്ടുവന്നു? ഒറിജിൻ അറിയാത്ത ഒന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഒറിജിൻ അറിയാത്ത ഒന്നും ഞാൻ അംഗീകരിക്കത്തില്ല. 2, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ത്? പ്രയോജനമില്ലാത്തതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. അവർ പറഞ്ഞു, ഒറിജിൻ ചോദിച്ചാൽ
സ്വർഗത്തിൽ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ലൂസിഫർ ഉണ്ടാക്കിയ പാട്ടാണ്. പ്രയോജനം ചോദിച്ചാൽ കേൾക്കാൻ നല്ല സുഖമാണ്. യാരീതിൻ്റെ മറുപടി, ലൂസിഫറിനോട് ബന്ധപ്പെട്ടത് ഞാൻ അംഗീകരിക്കത്തില്ല, പാട്ട് കേൾക്കണ്ട. 2, കേൾക്കാൻ സുഖമുള്ളതും കാണാൻ സുഖമുള്ളതും ഭക്തൻ അംഗീകരിക്കുകയില്ല, കേൾക്കണ്ട. അവിടെ നാട്ടി ഓടിച്ചു. അവർ താഴ്വരയിൽ ഇറങ്ങി ഓരോ ജാതികളുടെ അടുക്കൽ, പ്രത്യേക ജനസംഖ്യയൊക്കെ 10 ലക്ഷം 15 ലക്ഷമൊക്കെ കഴിഞ്ഞു, ഓരോ വിഭാഗങ്ങളുടെയും ഗോത്രങ്ങളുടെയും അടുക്കൽ ചെന്ന് ഈ പാട്ടുപാടി. ലൂസിഫറിൻ്റെ വകയെന്ന് കേൾക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് എല്ലാവരും തള്ളി. അവസാനം സാത്താൻ തന്നെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കായൻ്റെ വീട്ടിലൊന്ന്, അവൻ പണ്ടേ ശപിക്കപ്പെട്ടതാണ്, അപ്പോൾ അവൻ അംഗീകരിക്കുമോ നമുക്ക് നോക്കാം. കായൻ്റെ വീട്ടിൽ ചെന്ന് പാട്ടുപാടി. ഭയങ്കര സുന്ദരൻ പാട്ട്, കേൾക്കാൻ ഭയങ്കര ഇമ്പകരം. പറഞ്ഞു, പാട്ട് ഞങ്ങൾക്കൂടെ പഠിപ്പിക്കാം. അതിനു മുമ്പേ ഒരു കാര്യം, ഇതിൻ്റെ ഒറിജിൻ ഏതാണെന്ന് പറഞ്ഞേക്കാം, പിന്നെ പഠിച്ച് കഴിഞ്ഞേച്ചൊന്ന് മറക്കവരാമാരല്ലേ. അവൻ പറഞ്ഞ വാചകം, ഒറിജിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല, കേൾക്കാൻ സുഖമുണ്ടോ ഞങ്ങൾക്ക് വേണം. 2 പ്രകൃതി മനസ്സിലായോ? ഒന്ന് ശപിക്കപ്പെട്ട കായൻ, മറ്റേത് അനുഗ്രഹിക്കപ്പെട്ട യാരീത്. അങ്ങനെ കായൻ്റെ മക്കളെ പാട്ട് പഠിപ്പിച്ചു. അവർ നന്നായി പാടി, മനോഹരമായി പാടി. പാട്ടിനെ തുടർന്ന് കായൻ്റെ മക്കളെ വീടുണ്ടാക്കാൻ പഠിപ്പിച്ചു. അതുവരെ ഗുഹകളിലാണ് മനുഷ്യൻ താമസിക്കുന്നത്, ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ താമസിക്കുന്ന ഗുഹകളിലാണ്. മരങ്ങൾ മുറിച്ച് വീടുണ്ടാക്കാൻ പഠിപ്പിച്ചു. അടുത്തത് ആയുർവേദ മരുന്ന് പഠിപ്പിച്ചു. അതിനടുത്തത് വ്യത്യസ്ത കലാഭാവങ്ങൾ പഠിപ്പിച്ചു. ഇത്രയും കഴിഞ്ഞതോടെ പിള്ളേർ മിടുക്കരായി, നന്നായി പാടും. ഇവർ അങ്ങ് എലൈറ്റഡ് ഫാമിലിയായി. എല്ലാവരും ഗുഹകളിൽ താമസിക്കുമ്പോൾ ഇവർ മാത്രം തേണ്ട വീടുകളിൽ താമസിക്കുന്നു. അത്രയുമായപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തെ ബ്യൂട്ടിഫൈ ചെയ്യാം. കേൾക്കാൻ സുഖമേ ഇതുവരെ നിങ്ങൾ കണ്ടുള്ളൂ, കാണാൻ സുഖം ഉണ്ടാക്കിത്തരാം. അങ്ങനെ കൈയുടെ നഖത്തേലും കാലിൻ്റെ നഖത്തേലും ചുണ്ടേലും നിറമടിച്ചു. പിള്ളേർക്ക് തോന്നി കാണാൻ കൊള്ളാം. ആയല്ലോ, ആയി. അടുത്ത പടി നിങ്ങളെ നടത്താം, മാലയിടിപ്പിച്ചു. കാണാൻ ഇച്ചിരൂടെ കൊള്ളാമോ? കൊള്ളാം. പക്ഷേ ഈ വന്ന മാലകൾ ഇതുവാ, ക്രോപ്പ് സർക്കിളിൽ കാണുന്ന അതേ പടമാണ്. മനസ്സിലാകുന്നുണ്ടോ? നീ എൻ്റെയാണെന്ന് വാദിക്കാൻ വേണ്ടി, നാളെ ദൈവത്തോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി ധരിപ്പിച്ചു. അതിനടുത്ത പടി അവരോട് പറഞ്ഞ, ആഭരണങ്ങൾ നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ തെറിച്ചു പോകുന്നത് കൊണ്ട് തെറിക്കാതെ ഉറപ്പിക്കാൻ ചെവിയിൽ കിഴുത്തയിട്ടു, ഉറപ്പിച്ചു. മൂക്കെ കിഴുത്തയിട്ടു, ഉറപ്പിച്ചു. ദൈവം നോക്കിയേച്ചു പറഞ്ഞു, എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ എൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും വീണു. ലോസ് ദ തമിയം. തമിയം എന്ന പദമാണ് ഗ്രീക്കിൽ എബ്രായിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തമിയം എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി, ഞാൻ സൃഷ്ടിച്ച ഫോർമാറ്റിൽ നിന്നവർ വീണു. ഇനിയും പിശാചിനാകാം. അതിനെ തുടർന്ന് ഈ പിള്ളേർ നൃത്തം ചെയ്തു. അവരെ കൊണ്ടുവന്ന് യാരേദിൻ്റെ മക്കൾ താമസിക്കുന്ന മലയുടെ ചവിട്ടി പാർപ്പിച്ചു, നൃത്തം ചെയ്യിച്ചു. അവിടെ നിന്ന് ആമ്പിള്ളേർ ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, വന്യമൃഗങ്ങൾക്ക് അന്യോന്യം കാമാർത്ത് ജ്വലിക്കുന്നത് പോലെയും നായ്ക്കൾക്ക് കാമാർത്ത് ജ്വലിക്കുന്നത് പോലെയും ആമ്പിള്ളേരുടെ കാമാർത്ത് ജ്വലിച്ചു. അവർ ഈ പെൺകുട്ടികളുമായി അയോഗ്യ ബന്ധത്തിൽ കൂടി ദൈവം മനുഷ്യനെ കൈവിട്ടു. തുടർന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അവരുടെ രൂപത്തിൽ അവരുടെ സാദൃശ്യത്തിൽ വേഷം കെട്ടിയതിനെ വിവാഹം കഴിച്ചു. അങ്ങനെ രാക്ഷസന്മാർ ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. അന്ന് ഹെബ്രിയേൽ, മീഖായേൽ, ഊറിയേൽ, അരിയേൽ എന്ന 4 ദൂതന്മാർ ചേർന്ന്, ഞാൻ ആദമിൻ്റെ പുസ്തകത്തിൽ നിന്ന് മാറുക, ഈ സംഭവങ്ങളെക്കുറിച്ച് 2ാമതായി എഴുതിയിരിക്കുന്ന പുസ്തകം ഹാനോക്കിൻ്റെ പുസ്തകമാണ്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈബിളിനകത്തൊരു കോട്ടിങ് ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ നിന്ന് ഹാനോക്കാണ് തുടർന്നുള്ള കാര്യങ്ങൾ എഴുതിയത്. ഫോളൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്, വീണുപോയ ദൂതന്മാർ. ഇൻ്റർനെറ്റ് കിട്ടും. ചില്ലറ പൈസ കൊടുക്കേണ്ടി വരും, വിലയ്ക്ക് സ്വന്തം വാങ്ങിക്കാൻ കിട്ടും. ആമസോൺ വിൽക്കുന്നുണ്ട്. മുന്നോട്ട് പോകാം. തേണ്ടേ, ഈ ദൂതന്മാർ കൊണ്ടുകൊടുത്ത കൂട്ടത്തിലാണ് പ്രധാനപ്പെട്ട ദേശ അധിപതി ശക്തികളെ ചിത്രീകരിക്കുന്ന നിറമുള്ള കല്ലുകൾ ആഭരണങ്ങളിൽ പിടിപ്പിച്ചത്. ഞാൻ അങ്ങനെ ചുരുക്കുകയാണ്. ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. ഒത്തിരി കാലം കഴിഞ്ഞ ശേഷം അതൊക്കെ വരുന്നത്. നോഹയുടെ കാലമായപ്പോൾ ഭൂമി മുഴുവനും വഷളായി. നോഹയുടെ കാലമായതോടെ അന്ന് മൃഗങ്ങളുമായി വ്യഭിചാരം നടന്നു. ഇന്ന് വീണ്ടും നടക്കുന്നുണ്ടെന്നറിയാമോ? കാലമൊക്കെ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പൻ്റെ കാലത്തില്ലായിരുന്നു, എൻ്റെ കൊച്ചിലെ ഇല്ലായിരുന്നു. ഇന്നത് വീണ്ടും പരസ്യമായി തുടങ്ങി. മനുഷ്യനും മൃഗങ്ങളും കൂടെ ഇണയില്ലപ്പണ കൂടി, പക്ഷികളുമായി ഇണയില്ലപ്പണ കൂടി. അങ്ങനെ സകലതും വഷളായി. ഈ സാഹചര്യത്തിലാണ് ഹെബ്രിയേൽ, മീഖായേൽ, ഉറിയേൽ, അരിയേൽ എന്ന 4 ദൂതന്മാർ ചേർന്ന് ദേ ആർ ദ വാച്ചേഴ്സ്. ഇന്നലെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ വാച്ചേഴ്സ് എന്ന പദം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പറഞ്ഞില്ല. ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന യഹോവ ഭക്തന്മാരായ ആളുകൾ
ഇത് വിശുദ്ധന്മാർ എന്ന പദം ദാനിയേൽ പ്രവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ കാര്യമാണ്, ഈ കാവൽ ദൂതന്മാരുടെ കാര്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ കോൾഡ് വാച്ചേഴ്സ്. ഇംഗ്ലീഷ് വേദോസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വാച്ചേഴ്സ്. ആ വാച്ചേഴ്സ് ചേർന്ന് ദൈവത്തിനോട് കംപ്ലയിൻറ്റ് കൊടുത്തു, കർത്താവേ, അങ്ങുണ്ടാക്കിയ ഭൂമി ഒന്ന് വന്ന് കണ്ടാലും, അങ്ങയുടെ കോളനിയായി സൃഷ്ടിച്ച ഭൂമിയും അങ്ങയുടെ വൈസ്രോയിയായി സൃഷ്ടിച്ച മനുഷ്യനും എത്രയും നശിച്ചു എന്ന് വന്ന് കണ്ടാലും യഹോവയായ ദൈവം കാണാൻ ഇറങ്ങി വന്നപ്പോൾ മുഴുഭൂമിയും സാത്താൻ്റെ വേഷം. ദൈവത്തിൻ്റെ സാദൃശ്യവുമില്ല, സ്വരൂപവുമില്ല. ഒരു കുടുംബം ഒഴിച്ചാൽ അത് നോഹയുടെ കുടുംബമാണ്. ദൈവം നോഹയെ നീതിമാനായി കണ്ടു. ആ നീതിമാൻ എന്നതിന് തമിയം എന്ന പദമാണ് ഉപയോഗിച്ചത്. തമിയം ദൈവം സൃഷ്ടിച്ച യഥാർത്ഥ മനുഷ്യനെ ആ ശരീരം കണ്ടു. പറഞ്ഞു, നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകമടത് അങ്ങോട്ട് കയറ്. നിങ്ങൾക്ക് മനസ്സിലായോ? കല്ല് വന്നത് എവിടെ നിന്നാണ് ഞാൻ പറയാൻ വന്നത്? ഒരുപാട് കാര്യങ്ങൾ ഞാൻ തൊട്ടു. ഇതുകൊണ്ടാണ് യഥാർത്ഥ ഭക്തിയുടെ മെത്തേഡ് അതിൻ്റെ ടോപ്പിൽ സൂക്ഷിച്ചവർ ആഹാരത്തിലും രുചിയിലും പാനീയങ്ങളിലും വസ്ത്രധാരണത്തിലും ജീവിതക്രമത്തിലും ദൈവതുല്യരായി തങ്ങളെ തന്നെ നോക്കുന്നവർ. കർത്താവായ യേശുവിൻ്റെ പ്രസ്താവനകളിൽ ഒന്ന് മറക്കരുത്. ഒന്ന്, യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് നടന്നതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്ത് നടക്കും. ഭക്തന്മാരെല്ലാം പൈശാചിക വേഷമാണ്, എല്ലാവരും അങ്ങനെ നടക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും. 2, നോഹ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇവിടെ എങ്ങും തീരുന്നില്ല. നോഹ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി ആദമിനെയും ഹവ്വയും ധരിപ്പിച്ചു. ആ ഉടുപ്പ് പരമ്പരാഗതമായി കൈമാറി നോഹയുടെ വീട്ടിൽ വന്നു. ആ ഉടുപ്പിരിക്കുന്നിടത്ത് പിശാചിന് കയറി കളിക്കാനൊക്കത്തില്ല. നിങ്ങൾക്കറിയാമോ, എന്നെക്കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാൻ പിശാചിനൊക്കത്തില്ല. എൻ്റെ അടുക്ക് വന്ന് ചോദിക്കാം, വരിസെ വലിക്കാമോ എന്ന്. ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ വേറെ ചിലരുടെ അടുക്കൽ അധികാരം ഉപയോഗിക്കാം. വലിക്കടാ, വലിച്ചേ തീരൂ. എനിക്കില്ല, കാരണം ഞാൻ വേറൊരു അധികാരത്തിൻ്റെ കീഴിലാണ്. ഇതുപോലെ ദൈവകൃപയുടെ കീഴിലായതിനാൽ അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് നോഹയും കുടുംബവും തമിയം സൂക്ഷിച്ചു. അവർ ദൈവത്തിൻ്റെ വേർപാട് സൂക്ഷിച്ചു. അവരെ ദൈവം അനുഗ്രഹിച്ചു. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ നോഹയുടെ കാലത്തെ പോലിരിക്കും. ഒരിക്കൽ യേശു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ആളുകൾ വന്നൊരു ചോദ്യം ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? യേശുവിൻ്റെ മറുപടി, കരത്തിനുള്ള നാണയം കാണിക്ക്. നാണയം കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, ഇതിന്മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? കൈസറുടേത്. അടുത്ത പദം, ദൈവത്തിനുള്ളത് ദൈവത്തിനും. നിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടെയാണ്? ആ ദൈവത്തിൻ്റെ ആണെങ്കിൽ ദൈവത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റവനോട്. ഇതാണ് ആരായിരുന്നു? മെത്തഡിസ്റ്റിൻ്റെ സ്ഥാപകൻ ജോൺ വെസ്ലി ഒരു മോതിരമിട്ട കൈയുമായി ഒരാൾ കൊണ്ട് വെള്ളം കൊടുത്താൽ ചോദിക്കുന്ന ചോദ്യം, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടെയാണ്? എനിക്ക് വേണ്ട. അദ്ദേഹത്തിനൊരു പറ്റിയതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കിടപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടുണ്ട്, അദ്ദേഹം താമസിച്ചിരുന്ന വീട്. ഇപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊരു മ്യൂസിയം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ആ ചുറ്റുവട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും ഉണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞതാണ്. എന്നാലും ഒരു ഭക്തൻ ജീവിച്ചതല്ലേ, അങ്ങനെയൊന്നും മാറാനൊക്കത്തില്ല. ഒരു ഭക്തൻ ജീവിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തെ ഒരു ലഞ്ചിന് വിളിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആഭരണം ധരിക്കാത്തവർ, ഏറ്റവും നന്നായി ശരീരം മുഴുവൻ കവർ ചെയ്ത് വസ്ത്രം ധരിച്ചവർ എല്ലാം കൂടെ ചേർന്നൊക്കെ വിളമ്പി അദ്ദേഹം സുഖമായി ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അപ്പച്ചൻ വെസ്ലിയോട് ചോദിച്ചു, വെസ്ലി, ഇത് ആക്ച്വലി കുക്ക് ചെയ്ത കൈ നീ കണ്ടില്ല, കാണണമെന്ന് ചോദിച്ചു. എൻ്റെ മോളാണ്, അവളാണിത് ഉണ്ടാക്കിയത്, ഇങ്ങോട്ട് വന്നേടി മോളെ എന്ന് പറഞ്ഞു. വന്നപ്പോൾ തേട കിടക്കുന്നു, മാലയുണ്ട്, പൂവുണ്ട്, കയ്യിൽ മോതിരമുണ്ട്. ഇവളുണ്ടാക്കിയത്. രുചിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനിയും രുചിക്കണ്ട, അദ്ദേഹം അത്രേ പറഞ്ഞുള്ളൂ. അന്ന് അവൾ ചത്തു. പിറ്റേ ദിവസത്തേക്ക് അവളില്ലായിരുന്നു. ഇനിയും രുചിക്കണ്ട, അവിടെ കൊണ്ട് തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും അതിന് വിപരീതമായത് സാത്താൻ കൊണ്ടുവന്നു. അതിന് മനുഷ്യൻ്റെ മേൽ അത് മുദ്രകുത്തി. കാലത്തിൻ്റെ പോക്കിൽ 2010 വരെ അടങ്ങിയിരുന്നു. 2005 മുതൽ 2010 ആയപ്പോഴത്തേക്ക് മൂർധന്യാവസ്ഥയിലായി. വയലുകളിൽ മുദ്രകുത്തി ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും മാറി തുടങ്ങി. ഞാൻ ദൈവസേവയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, ദൈവത്തോടുള്ള മറുതലിപ്പ് കഴിഞ്ഞു. 2, അന്യദൈവസേവ. 2 ഞാൻ കഴിഞ്ഞു. ഇനി പ്രകടിയം. 3-ാമത്തേത്, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക. ശാപം കൊണ്ടുവരുന്ന 3-ാമത്തെ ഒരു ഏരിയയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക. 4, സാധുക്കളെ പീഡിപ്പിക്കുക. സാധുപീഡ ശാപകാരണമാണ്. 5, ആൻറ്റി സെമിറ്റിസം, അബ്രഹാമിൻ്റെ സന്തതിയോടുള്ള വൈരാഗ്യം.
അബ്രഹാമിൻ്റെ സന്തതിയോട്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ വേർപാടനുഷ്ഠിക്കുന്ന എല്ലാ പെന്തക്കോസ്തുകാരും അതിനകത്ത് വിടും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാ ദൈവമക്കളെയും ചേർത്തുകൊണ്ട് ഉപയോഗിക്കാവുന്ന പദമാണ് വാഗ്ദത്ത സന്തതിയായ ഇസ്രായേൽ. ഈ വാഗ്ദത്ത സന്തതിയായ ഇസ്രായേലിനോടോ അക്ഷരിക ഇസ്രായേലിനോടോ ഉള്ള വൈരാഗ്യത്തെ ആൻറ്റി സെമിസ്റ്റിസം എന്ന്, യൂത വൈരാഗ്യം എന്ന് വിളിക്കും. അത് ശാപം കൊണ്ടുവരുന്ന പാപമാണ്. സെക്ഷൽ ഇമ്മോറാലിറ്റി അല്ലെങ്കിൽ ശാരീരികമായ ലൈംഗികമായ പാപങ്ങൾ ശാപം കൊണ്ടുവരുന്നതാണ്. വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് മുൻപേയുമുള്ള ലൈംഗിക പാപങ്ങൾ പാപം തന്നെയാണ്. കുടുംബജീവിതം പാപമല്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതും വിശേഷപ്പെട്ടതുമായ ദൈവം തന്ന പദവിയാണ് വിവാഹ ജീവിതം. എന്നാൽ വിവാഹശേഷമോ വിവാഹത്തിന് മുമ്പോ അയോഗ്യമായി നടക്കുന്ന ബന്ധങ്ങൾ മുഴുവനും ശാപകാരണമാണ്. അടുത്തത് ഇതിനോട് ചേർത്ത് ഞാനങ്ങ് പറഞ്ഞോട്ടെ, കുലപാതകം ശാപകാരണമാണ്. കുലപാതകം. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചു കുടുംബങ്ങളെ, ബാംഗ്ലൂരിൽ എൻ്റെ ചർച്ചിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്. അങ്കിളെ, ഞായറാഴ്ച കർത്തൃമേശ നടക്കുന്നതിന് മുമ്പേ കൊലപാതകം പാപമാണെന്ന് ഒന്നുകൂടെ പറഞ്ഞ് കൊടുക്കാവേ. നമ്മുടെ ചർച്ചിലെ ഒരമ്മ വെള്ളസാരിയൊക്കെ എടുത്ത് നടക്കുന്നതാ, അകത്തുണ്ടായിരുന്ന കുഞ്ഞിനെ കൊന്നേച്ച് വന്നിട്ടുണ്ട്. എൻ്റെ ഹോസ്പിറ്റലാണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണും. കൊലപാതകം ഏതു പ്രായത്തിലും കൊലപാതകം തന്നെയാണ്. ഓക്കെ, സാത്താൻ്റെ സേവകന്മാരുമായുള്ള ബന്ധം ശാപകാരണമാണ്. കപടഭക്തി ശാപകാരണമാണ്. അകത്തൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്നത്, അതിനെ കപടഭക്തി എന്ന് വിളിക്കും. ശാപകാരണമാണ്. മത്സരബുദ്ധി ശാപകാരണമാണ്. ചില വീടുകളിൽ ചെന്ന പിള്ളേർ പറയും, ഞാനിത് ചെയ്തേനേയും, പക്ഷേ എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ ചെയ്യത്തില്ല. എൻ്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ ചെയ്യത്തില്ല. ആ റിബലിയസ് മെൻറ്റാലിറ്റി. ഒരു പക്ഷേ ഞാൻ ചെയ്തേനേയും, പക്ഷേ പാസ്റ്റർ അങ്ങനെ പറയുന്നതുകൊണ്ട് ചെയ്യത്തില്ല. റിബലിയസ് മെൻറ്റാലിറ്റി, മത്സരബുദ്ധി ശാപം കൊണ്ടുവരും. കുത്തുന്ന വാക്കുകൾ, പ്രൊവേബ്സ് പറയുന്നത് വാളുപോലെ കുത്തുന്ന ചില വാക്കുകളുണ്ട്. ചിലതൊക്കെ പറഞ്ഞു പോയാൽ എന്നെ പറഞ്ഞെന്ന് പിന്നെ ആലോചിച്ച് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്, വമ്പട ഇവൻ ഇതാണെന്നല്ല പറഞ്ഞത്. വാളുപോലെ അന്നേരം മുതൽ കുത്തുന്ന വാക്കുകൾ ശാപം കൊണ്ടുവരും. പ്രൊവേബ്സ് 12:18 ശപഥങ്ങളും നേർച്ചകളും ശാപം കൊണ്ടുവരും. ശപഥങ്ങളും നേർച്ചകളും. നിങ്ങൾക്ക് നേർച്ച പാടില്ല, ശപഥം പാടില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്തെങ്കിലും പറഞ്ഞു അത് നിവർത്തിച്ചേക്കണം. മാന്ത്രികന്മാരുമായുള്ള ബന്ധം ശാപം കൊണ്ടുവരും. മാന്ത്രികന്മാരുമായുള്ള ബന്ധം, സാത്താൻ്റെ സേവകന്മാരുമായുള്ള ബന്ധം ശാപം കൊണ്ടുവരും. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, കയ്യിൽ വള ഉപയോഗിക്കുന്നതും, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പൊതുസ്ഥലത്ത് പറയണമെങ്കിൽ 7 പ്രാവശ്യം അത് പഠിച്ച ശേഷമേ ഉള്ളൂ. കയ്യിൽ പൊന്നുകൊണ്ടുള്ള മോതിരം ഇടുന്നത് രോമകൂപത്തിൽ കൂടെ സ്വർണത്തിൻ്റെ ഏതൊക്കെയോ ഗുണം ശരീരത്തിൽ കയറാനും, സ്വർണം കൊണ്ടുള്ള വളയിടുന്നത്, കുപ്പിവള ഇടുന്ന കാര്യം പുള്ളി പറഞ്ഞില്ല, സ്വർണം കൊണ്ടുള്ള വളയിടുന്നത് ആ രോമകൂപത്തിൽ കൂടെ സ്വർണത്തിൻ്റെ നന്മ കയറാനുമാണെന്നൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് ഞാൻ പോയി വെബ്സൈറ്റിൽ ഇങ്ങനെ ചെക്ക് ചെയ്തു, ഈസ് ദെയർ എനി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഓർ മെഡിക്കൽ വിങ് വെയർ ഓർണമെൻറ്റേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ആഭരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചികിത്സാ സമ്പ്രദായങ്ങളോ ഉണ്ടോയെന്ന്. അതിന് കിട്ടിയ മറുപടി ഭയങ്കരമാണ്. വിച്ച് ഡോക്ടേഴ്സ് യൂസ് ഇറ്റ്. മന്ത്രവാദികൾ അത് ഉപയോഗിക്കാറുണ്ട്. വിച്ച് ഡോക്ടേഴ്സ് യൂസ് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ കാണിക്കാൻ റെഡിയുമല്ല. ഒരിക്കൽ എറണാകുളത്തൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. ചെവിയിൽ കാതിപ്പ് ഇടുവാൻ വേണ്ടി കിഴിച്ചിരിക്കുന്ന കിഴുത്ത അശാസ്ത്രീയമെങ്കിൽ അത് അടച്ച് വേറെ കിഴുത്ത കിഴിച്ചു കൊടുക്കും 500 രൂപ. അതെന്നെ പരിപാടിയെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. അതിനെ തുടർന്ന് അന്വേഷണം തുടർന്നപ്പോഴാണ് അറിയുന്നത്, ഒരു കാതിപ്പൂ ഉപയോഗിക്കുന്നതിൽ നിന്ന് 14 തരം ദേവചൈതന്യങ്ങൾ അന്യദേവന്മാരിൽ നിന്ന് മനുഷ്യനിലേക്ക് വരും. 14 തരം ദേവചൈതന്യങ്ങൾ. അത് ഹിന്ദു മിത്തോളജിയാണ്. 14 തരം ദേവചൈതന്യങ്ങൾ മനുഷ്യനിലേക്ക് വരും. പക്ഷെ ഓരോന്നിനും ഒരു സ്ഥാനമുണ്ട്. അത് കറക്റ്റ് സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ചൈതന്യമൊന്നും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിഴിച്ചു വെച്ചിരിക്കുന്ന കിഴുത്ത ഒരു പക്ഷെങ്കിൽ സ്ഥലം തെറ്റിയാണെങ്കിൽ അടച്ചേച്ച് വേറെ കിഴിച്ചു തരാം, 500 രൂപയുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു സഹോദരിയെ ഓർക്കുന്നു. UK ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് പെണ്ണാണ്. അവൾ ഒരിക്കൽ എന്നെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു, അങ്കിളെ ഈ കാതിപ്പൂ ഇടുന്നതും കിഴുത്ത കിഴിക്കുന്നതും. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ആഴത്തിലോട്ടിറങ്ങി പഠിച്ച തെറ്റാണ്. പക്ഷെ നിൻ്റെ സാഹചര്യം, അപ്പോൾ അതൊരു മരണകരമായ പാപമാണെന്ന് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം പോലെ. ഇല്ലെങ്കിലേ എനിക്ക് വേണ്ട, സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമാണ്. പോയാലും ചുമ്മാ അവിടെ പോയി തറയിലിരിക്കാനല്ല, എന്തേലും പ്രതിഫലം വേണം.
അതുകൊണ്ട് ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. പോയി ഡോക്ടറെ എടുക്കുക, പോയി കുത്തിക്കെട്ടി. എന്നുവെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും നിലനിർത്തണം. ഒത്തിരി ആരാധിക്കുന്ന ഭക്തന്മാർ ഇന്നും ഉണ്ട്, ജീവിക്കുന്നവർ ഇന്നും പലരും ഉണ്ട്. ഞാൻ അവിടെ കൊണ്ട് നിർത്തിക്കോട്ടെ, ഞാൻ മുന്നോട്ട് മാറുക. മോൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വരണമെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഇതുവരെ വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, വരാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, മാന്ത്രികന്മാരുമായുള്ള ഏതു ബന്ധവും ഇതുപോലെയുള്ളത് ശാപം കൊണ്ടുവരുന്നതാണ്. സോളിഷ് പ്രയർ, മനസാക്ഷിയിൽ ലംഘിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ശാപം കൊണ്ടുവരും. സോളിഷ് പ്രയറിന് 2 വിങ്ങുണ്ട്. കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, അല്ലെ അങ്ങേര് എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, ഒരു നല്ല ശുശ്രൂഷ ചെയ്യാൻ എനിക്കൊരു കൃപ ലഭിക്കാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആവുപാടെ ആലോചിച്ച് നോക്കിയാൽ എന്നേക്കാൾ കവിഞ്ഞൊരു ശുശ്രൂഷ ആ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വിളിക്കുകയില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങേര് നല്ല ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമില്ല എന്നിരിക്കട്ടെ, എനിക്ക് ദൈവത്തിൻ്റെ മഹാകരുണയല്ല, കുഴപ്പമില്ല, ഇല്ല ബൈബിളിൽ തൊട്ട് സ്റ്റേജിൽ നിന്ന് സത്യം ചെയ്യുക. പക്ഷേ ന്യായമായിട്ടുണ്ടാകാവുന്ന ഒരുപാട് സഭകളിൽ ആരെയും വളർത്താത്തേ അതുകൊണ്ടാണ്. ഇവൻ കിളന്ന് വന്നാൽ നമ്മുടെ തല കാണുകയില്ല. അതുകൊണ്ട് ലൂസിഫർ സ്വർഗത്തിൽ വളർന്ന പോലെ ഇരിക്കും. അത് വരാതിരിക്കാൻ ഇവിടെ അങ്ങ് കട്ട് ചെയ്തേക്കാം. പക്ഷേ എൻ്റെ മുന്നിലോട്ട് അങ്ങേര് വന്നു വരെ എന്നെ പ്രാർത്ഥിക്കണേ, എന്നെ പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ മനസാക്ഷിക്കകത്ത് ഇവനെ ഗുണം പിടിക്കരുത് എന്നാണ്. പക്ഷേ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കും, യേശുവിൻ്റെ നാമത്തിൽ വളർന്നു വരാൻ. സോളിഷ് പ്രയർ, പ്രാർത്ഥിക്കുന്ന ഞാൻ ശാപം ഏറ്റുവാങ്ങും. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ സഭ പൊളിയണേ, ഈ സഭ പൊളിയണേ, മറ്റവനെ പൊളിക്കണേ, ഇതെല്ലാം സോളിഷ് പ്രയറാണ്. ആത്മാവിൽ നിന്ന് വരുന്നതല്ല. സോളിഷ് പ്രയറിന് മറുപടി കൊടുക്കുന്നത് ലൂസിഫെറാ. ആ മണ്ഡലത്തിലോട്ട് ഇന്ന് തിരിയാൻ പോലും പറ്റുകയില്ല. സോളിഷ് പ്രയറിന് മറുപടിയുണ്ട്, ആ മറുപടി കൊടുക്കുന്നത് ലൂസിഫെറാ. സോളിഷ് പ്രയർ ശാപം കൊണ്ടുവരും. അടുത്തത്, ക്ഷമിക്കാത്ത പാപങ്ങൾ ശാപം കൊണ്ടുവരും. ക്ഷമിക്കാത്ത പാപങ്ങൾ ശാപം കൊണ്ടുവരും. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടത്തില്ല, അത് ശാപം കൊണ്ടുവരും. തേണ്ട അനന്യാസും സഫീറയും വന്നു, ഇത്രയ്ക്കോ നിങ്ങൾ വസ്തു വിറ്റത്? അല്ലെന്നറിഞ്ഞും കൊണ്ടാണ് ചോദിക്കുന്നത്. അവർക്കും പിടികിട്ടി. പ്രവാചകൻ്റെ വാക്ക് ഇത്രയ്ക്കല്ല വിറ്റതെന്നാ, മിടുക്കനാകാൻ ശ്രമിച്ചതാണ്. അത് ഇത്രയ്ക്ക് തന്നെ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം. പ്രവചനാത്മാവിൽ പറഞ്ഞത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് നീ പ്രവചനത്തെ തുച്ഛീകരിക്കാൻ ശ്രമിച്ചില്ലേ, കൊണ്ട് കുഴിച്ചിട്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ശാപം കൊണ്ടുവരും. 2, പ്ലാൻഡ് സിൻ എന്നതിനെ വിളിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്തു. പ്ലാൻഡ് സിൻ. അമേരിക്കയിലുള്ള ഒരു പള്ളിയിൽ, അത്രയും ഒക്കെ സ്ഥലപ്പേര് പറയുന്നില്ല, ഒരു പള്ളിയിൽ മലയാളികളായ 3-4 പേര് പോകുന്നുണ്ടായിരുന്നു. ആ പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാം. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാം. അപ്പോൾ അവിടെ സെക്രട്ടറിയായി മത്സരിക്കണമെന്നൊരു മലയാളിക്കൊരു താല്പര്യമുണ്ട്. അതിനെതിരെ ആളുകൾ വന്നാൽ എന്തു ചെയ്യും? ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരം ഉണ്ടായി, ശബ്ദമായി, അടി തീരുന്നതിന് മുമ്പേ പാസ്റ്റർ പിരിച്ചുവിട്ടു. അന്നത്തെ ജനറൽ ബോഡി തീർന്നു. 1 മാസം കൂടെ കഴിഞ്ഞ് ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ അന്ന് തിരുവല്ല സ്വദേശികളായ 2 പേര് ഓതറക്കാർ, തെറ്റം വരെ ഞാൻ പറയാം, ഓതറക്കാർ 2 പിള്ളേർ അവധിക്ക് വന്നു. അവരിവിടുന്ന് തിരിച്ചു വരുമ്പോൾ 1 കിലോഗ്രാം മുളക് പൊടിയും കൂടെ കൊണ്ടാണ് പോയെ. 1 കിലോഗ്രാം മുളക് പൊടി. കേട്ട് കാണും പലരും, എവിടെ കേൾക്കാതിരിക്കുന്നത്. പിറ്റേ ജനറൽ ബോഡി തുടങ്ങി, മറ്റേ പുള്ളിക്ക് വോട്ട് കിട്ടും എന്ന പരുവമായപ്പോൾ പിള്ളേർ 2 കൂടെ ഈ മുളക് പൊടി ഇങ്ങോട്ട് ഒരൊറ്റ വെതറങ്ങ് വെതറി. എയർ കണ്ടീഷൻ അറ്റ്മോസ്ഫിയർ, ഒരൊറ്റ പൊടി വെളിയിൽ പോകത്തില്ല, കാറ്റടിച്ച് അതിനകത്തകല്ലമായി. ഒരു മനുഷ്യന് ശ്വാസം വിടാനൊക്കത്തില്ല. അവർ പെട്ടെന്ന് അമേരിക്കൻ പോലീസിനെ വിളിച്ചു. അമേരിക്കൻ പോലീസ് വന്ന് എഴുതി വെച്ചതാണ്, ഇന്ത്യൻ ടിയർ ഗ്യാസ് ആണ് പ്രയോഗിച്ചിരിക്കുന്നത്, ഇതിനുള്ള ആൻറ്റിവിനം ഞങ്ങളുടെ ഇല്ല. ഈ പിള്ളേരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പണ്ട് ഓതറ ചർച്ചിൽ ജനറൽ ബോഡി നടന്നപ്പോൾ ഇവിടെ അമ്മ വെതറിയതാണ് പാരമ്പര്യ ശാപം. ഇവിടെ അമ്മ വെതറിയതാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ അറിയുന്നവർ കാണുമായിരിക്കും, അറിയട്ടെന്ന് ഈ അഴുക്കിനെയൊക്കെ. പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് പേര് അറിയാൻ വേണ്ടല്ല, പേര് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഇതെല്ലാം സോളിഷ് ആശയങ്ങളാണ്, ദൈവികമല്ലാത്ത പ്രാർത്ഥനകൾ. സോളിഷ് പ്രയർ എന്നതിനെ വിളിക്കും. മരണകരമായ ശാപം വലിച്ചു വെക്കുന്നതാണ്. കാൽക്കുലേറ്റഡ് സിൻസ്. പ്രധാന ശാപകാരണങ്ങൾ തൊട്ടു. അയോഗ്യമായ തിരുവത്താഴത്തിൽ പങ്കെടുക്കണം. അയോഗ്യമായി പങ്കെടുക്കുന്നത് ശാപകാരണമാണ്. വിശുദ്ധി നടിക്കുന്നത്, അത് മുമ്പേ തന്നെ ഞാൻ തൊട്ടു, ശാപകാരണമാണ്. പിശാചിന് ഇടം കൊടുക്കുന്നത് ശാപകാരണമാണ്. കൽപ്പന ലംഘനവും പിന്മാറ്റവും ഒരുപോലെ ശാപകാരണമാണ്. ആവർത്തന പുസ്തകത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യപ്രകാരം ഞാനങ്ങ് നടന്നോളും, എനിക്ക് ഈ ശാപം പറ്റുകയില്ല. അതൊന്ന് വായിച്ചാൽ നല്ലതാണല്ലോ. ആവർത്തന പുസ്തകം 29:17 മുതൽ 19 വരെ. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന്
ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യപ്രകാരം നടന്നതാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ. ശാപവാക്യങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിതൊന്നും പിടിക്കുകയില്ല, ചുമ്മാതാന്നും പറഞ്ഞു പോകുന്ന പലരുമുണ്ട്. അവരോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരികയില്ല, അവർ ശാപം അനുഭവിച്ചിരിക്കും. എറിയുന്നവൻ്റെ കയ്യിലെ കല്ല് കൊടുക്കാറുള്ളൂ, അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. എറിയുന്നവൻ്റെ കയ്യിൽ, അങ്ങനെയല്ലേ ബ്രദർ? അങ്ങനെ തന്നെ, എറിയുന്നവൻ്റെ കയ്യിലെ കല്ല് കൊടുക്കത്തുള്ളൂ, അല്ലാത്തവൻ്റെ കല്ലിട്ടിട്ട് തന്നെ എടുക്കാൻ. ദൈവം തരുന്ന സത്യങ്ങൾ പരസ്യമായി പറയും എന്ന് ഉറപ്പുള്ളവരെ ദൈവം അടുത്ത് ഏൽപ്പിക്കും. ഒരു ദിവസം എനിക്ക് ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ബാംഗ്ലൂരിൽ തുടങ്ങുന്ന അന്ന് ഒരു മാർത്തോമ്മക്കാരത്തി സഹോദരി എനിക്കൊരു ഇമെയിൽ അയച്ചു. ആ ഇമെയിലിനകത്ത് ഒരു മന്ത്രവാദിയായിരുന്ന മനുഷ്യൻ, മന്ത്രവാദി എന്ന് ഞാനിപ്പോൾ പറഞ്ഞതേ, വിളിച്ചിട്ട് കഴിയുമ്പോൾ മനസ്സിലാവും, അതിനേക്കാൾ കട്ടിയാണ്. ഒരു മനുഷ്യൻ ഒരു ഡിന്നർ പാർട്ടിയിൽ വെച്ച് പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം പകർത്തിയിരിക്കുക. അതിങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും സാത്താനെ ആരാധിക്കുന്ന സൈറ്റൻ സേവകർ ആയിരുന്നു. അവർ വിവാഹിതരായി നീണ്ട വർഷങ്ങളോളം മക്കൾ ജനിക്കാതെ വന്നപ്പോൾ സാത്താന് ബലികളും യാഗങ്ങളും അർപ്പിച്ച് ഒരു മകന് വേണ്ടി ചോദിച്ചു. ഒരു മകനെ തരികയാണെങ്കിൽ പൂർണ്ണസമയം സാത്താനെ ശുശ്രൂഷിക്കാൻ അവനെ വിട്ടുകൊടുക്കാം എന്ന് സാത്താനോട് പ്രതിജ്ഞ ചെയ്തു. നമ്മളിപ്പലരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്ന പോലെ. അങ്ങനെ അവരുടെ പ്രാർത്ഥന അംഗീകരിച്ചുകൊണ്ട് സാത്താൻ അവർക്കൊരാൺകുഞ്ഞിനെ കൊടുത്തു. ഒരു മകൻ ജനിച്ചു. വെറും 3 മാസം ആ കുഞ്ഞിന് പ്രായമായതോടുകൂടെ പൈശാചിക ലക്ഷണങ്ങൾ അവനിൽ കണ്ടു തുടങ്ങി. ആ മനുഷ്യൻ്റെ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എന്നിൽ പൈശാചിക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. 3 വയസ്സായതോടുകൂടെ പൈശാചിക ശക്തിയിൽ പ്രവചനം പറയുവാൻ തുടങ്ങി. 16 വയസ്സായതോടെ സാത്താൻ ലൂസിഫർ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഫുൾ ടൈം വേലയ്ക്ക് വേണ്ടി വേണം, ഞാൻ നിന്നെ എടുക്കുകയാണ്. ദൈവദൂതന്മാർക്കും പൈശാചിക ദൂതന്മാർക്കും ഭയങ്കര ശക്തി ഉണ്ടെങ്കിലും അധികാരമില്ല. അധികാരം മനുഷ്യദൂതന്മാർക്കാണ്. കാര്യം മനുഷ്യനോട് കർത്താവ് പറഞ്ഞ് അടക്കി വാഴാൻ. അധികാരം മനുഷ്യാത്മാവിനാണ്. അതുകൊണ്ട് നിൻ്റെ ആത്മാവിനെ ഞാൻ എടുക്കുകയാണ്. നിൻ്റെ ശരീരം നിൻ്റെ ഭവനത്തിൽ കിടക്കും, നിൻ്റെ അപ്പനും അമ്മയും അതിൻ്റെ ചുമതല നോക്കിക്കോളും. നീ എൻ്റെ കൂടെ വാ, മധ്യാകാശത്തിൽ നീ നിൽക്കും, അവിടെ നിന്നുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. നിൻ്റെ കീഴിൽ ജോലികൾ ചെയ്യാൻ വേണ്ടി ഞാൻ പൈശാചിക ദൂതന്മാരെ തരാം. അങ്ങനെ അവൻ്റെ ശരീരം തറയിൽ വീണു. ആളുകൾ ആത്മവിശുദ്ധയിൽ സ്വർഗത്തിലും നരകത്തിലും പോകുന്ന പോലെ തന്നെ ഇവനെ എടുത്തു. ഇവൻ മധ്യാകാശത്തിൽ ചെന്നു. 8 മണിക്കൂറായിരുന്നു അന്നത്തെ അവൻ്റെ ജോലി. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയെ തടയുകയായിരുന്നു ഇവൻ്റെ ജോലി. അതാണ് ഇവനെ ഏൽപ്പിച്ചത്. അവൻ പറഞ്ഞു, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തൊരു ചൊറിച്ചിൽ കൊടുത്താൽ മതി, അവനെ എഴുന്നേറ്റ് പോയിക്കോളും. വേറൊരുത്തിന് കാപ്പി എന്ന് ഓർത്താൽ മതി, പിന്നെ കാപ്പി കുടിക്കാതെ നോക്കിയില്ല. ചിലർക്ക് ഫോണെന്ന് ഓർത്താൽ മതി, പിന്നെ ഫോൺ ചെയ്യാതെ നോക്കിയില്ല. ഫോൺ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അതിലേ അങ്ങ് പൊക്കോളും. തിരിച്ചു വരുമ്പോൾ ഈ പഴയ അന്തരീക്ഷം കാണുകയില്ല. അവൻ്റെ പ്രാർത്ഥന ഉഴപ്പിയിരിക്കും. ഇങ്ങനെ ചിന്തിപ്പിക്കേണ്ടതിനെ ചിന്തിപ്പിച്ച്, ചൊറിയിപ്പിക്കേണ്ടതിനെ ചൊറിയിപ്പിച്ച്, കാപ്പി കുടിപ്പിക്കേണ്ടതിനെ കുടിപ്പിച്ചൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ചിലർ ഇതൊന്നും കൊണ്ട് നിൽക്കുകയില്ല. അവർ കരുത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവരുടെ മുകളിൽ പ്രാർത്ഥന മുകളിലേക്ക് പോകാതെ ഞാനൊരു പുകപടലം സ്ഥാപിക്കും. 1 ദിവസം 2 ദിവസം 3 ദിവസം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന മുകളിലോട്ട് പോകില്ല. ഒരു മറുപടിയില്ല, കളയെന്നും പറഞ്ഞ് ഇവരങ്ങ് എഴുന്നേറ്റ് പോക്കോളും, കഴിയും. വേറെ ചിലർ വീണ്ടും പ്രാർത്ഥിക്കും. അതോടുകൂടെ ഞാൻ മുകളിലുള്ള പുകപടലത്തെ ഒരു ബ്ലാങ്കറ്റ് പോലെ ആക്കും. പ്രാർത്ഥനയ്ക്ക് കട്ടി കൂടുന്നതിനനുസരിച്ച് ബ്ലാങ്കറ്റിൻ്റെ കട്ടി കൂടും. ഒടുവിൽ അതൊരു കരിമ്പാറ പോലാകും. ആ കരിമ്പാറ പോലാകുമ്പോൾ മിക്കവാറും പേരും പോകും. ചുരുക്കം ചിലർക്ക് അതോടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, ചിലർക്ക് ക്യാൻസർ ഉണ്ടാകും. ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കും. അവരൊക്കെ എഴുന്നേറ്റ് പൊക്കോളും. വളരെ ചുരുക്കം പേര് ഇതിൻ്റെ കാരണം മനസ്സിലാക്കിയിരുന്ന് പ്രാർത്ഥിക്കും. അവരുടെ ക്യാൻസറും പൊറുക്കും, അവരുടെ ഹാർട്ട് ഡിസീസും മാറും. അവരിരുന്ന് പ്രാർത്ഥിക്കും. ഒടുവിൽ ആ പ്രാർത്ഥന ഒരു തീയായി മാറും. ആ തീ മുകളിലോട്ട് വന്ന് മുകളിലുള്ള പാറയിൽ ഒരു കിഴുത്ത വീഴും. പിന്നെ അവരുടെ പ്രാർത്ഥന പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല, അതങ്ങ് പോകും. അതുവരെ പ്രാർത്ഥനകൾ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് കഴിയും. ആ കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത് സോളിഷ് പ്രയർ. സോളിഷ് പ്രയറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അതിങ്ങോട്ട് കിട്ടാൻ നോക്കിയിരിക്കുക ലൂസിഫർ. എതിർ പ്രാർത്ഥന സോളിഷ് പ്രയർ ഇങ്ങോട്ട് കിട്ടാൻ നോക്കിയിരിക്കുക. കിട്ടിയാൽ ഉടനെ പിടിച്ച് അതങ്ങ് സാധിച്ചു കൊടുക്കും. ഈ സാധിച്ചു കൊടുക്കുന്നത് സാത്താൻ്റെ ശക്തി കൊണ്ടല്ല. നേരത്തെ പല ഭക്തന്മാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ദൈവം അയച്ചു. അത് അവരുടെയൊക്കെ ചെന്നിട്ടില്ല. അത് വേറൊരു തമാശ. നമ്മുടെ പ്രാർത്ഥന കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ദൂതന്മാരുടെ കയ്യിൽ ആയുധമില്ല. ഒരുത്തൻ്റെ കയ്യിൽ 10 കോടി രൂപ ആയുധമില്ലാതെ കൊടുത്തയക്കുന്നത് പോലെ ഇരിക്കും. കാണുന്ന കള്ളൻ അതും കൊണ്ടുപോകും.
പൈശാചിക ശക്തികൾ വട്ടത്തിലുണ്ട്, അവരിത് അടിച്ചുകൊണ്ട് പോകും. ദൂതൻ്റെ കയ്യിൽ ആയുധമില്ല, പകരം ഭക്തൻ്റെ കയ്യിലാണ് ആയുധമുള്ളത്. തലയിൽ ശിരസ്ത്രം, അരയിൽ കെട്ട്, വാള്, ഈ ആയുധങ്ങൾ ഭക്തൻ്റെയിലാണ് ഉള്ളത്. ഈ സ്വഭാവ ഗുണങ്ങൾ ഇല്ലാത്ത ഭക്തൻ്റെ പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്ന മറുപടിക്ക് കാവൽ നിൽക്കാൻ ആരുമില്ല. ആ പ്രാർത്ഥന ഞങ്ങൾ തട്ടിയെടുക്കും. ആ പ്രാർത്ഥനയുടെ മറുപടിയായി കൊണ്ട് കൊടുക്കുന്നത്. അല്ല, ഞങ്ങൾക്കിതൊന്നും ചെയ്യാനൊക്കത്തില്ല, ദൈവത്തിൻ്റെ നിന്ന് വരുന്നതാണ്, ഭക്തന് വേണ്ടി കൊടുത്തതാണ്. അവൻ്റെ കയ്യിൽ ഇത് എത്താത്തത് കൊണ്ട് അവൻ്റെ ദൂതൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഞങ്ങൾ ഇതും കൊണ്ട് പോകുകയാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദൂതൻ്റെ നിന്ന് തട്ടിപ്പറിക്കാൻ കഴിയുമോ? ദാനിയേൽ പ്രവചനം നോക്ക്. മറുപടിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ദൂതനെ തടഞ്ഞു നിർത്തി. തട്ടിപ്പറിക്കുന്നതിന് മുമ്പേ മീഖായേലെത്തി. കാര്യം ദാനിയേലിൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ആ ആയുധങ്ങളുമായിട്ടാണ് മീഖായേൽ വരുന്നത്. നിങ്ങളുടെയും എൻ്റെയും കയ്യിൽ ദൈവവചനം ചിത്രീകരിക്കുന്ന ആയുധങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക മറുപടികൾ പോലും കൈ വരത്തില്ല. സോളിഷ് പ്രയർ കിട്ടിയാൽ ഉടനെ ആദ്യമേ എടുത്തുകൊണ്ട് പോകുന്നത് സാത്താന. അതെടുത്തങ്ങ് നിവർത്തിച്ചു കൊടുക്കും. പക്ഷേ അതിൻ്റെ ശാപം പ്രാർത്ഥിച്ചവൻ്റെ മേലിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അടുത്തത് പൂർണ്ണ ശാപവും ഭാഗിക ശാപവും തൊടാൻ പോകാം. ചിലർക്ക് ശാപം പൂർണ്ണമായി ബാധകമാകും, ചിലർക്ക് ഭാഗികമായി മാത്രം ബാധകമാകും. ഞങ്ങളുടെ നാട്ടിൽ എട്ടെലി വേട്ടോൻ്റെ കഥ എന്ന് പറയുന്നൊരു കഥയുണ്ട്. അങ്ങനൊരു ജാതി ഉണ്ടായിരുന്നു പണ്ട്. വേട്ടോന്മാരെന്ന് പറയുന്നൊരു ജാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്നും എനിക്കറിയാൻ വയ്യ. അവർ എലിയെ തിന്നുമെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. എലിയെ തിന്നുമെന്നാണ് പറയുന്നത്. ഒരു പഴയ കഥയാണ്. ഒരു വേട്ടോന് എന്ന് എലിയെ പിടിക്കാൻ വരും പുള്ളിക്കാരന് 8 എലിയെ കിട്ടും. അതിക്ക് 6 മക്കളുമുണ്ട്, ഭാര്യയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആളൊന്നും ഒരു എലി വീതം തിന്നാനുള്ളതേ ഉള്ളൂ. 2 വയസ്സുള്ള അയാളുടെ കുഞ്ഞിനും 60 വയസ്സുള്ള അയക്കും, അല്ലെ 50 വയസ്സുള്ള അയക്കും ഓരോ എലിയാണ് ഭക്ഷണം. അയക്ക് ഇതുകൊണ്ട് തികയത്തില്ല. അയാൾ തീരുമാനിച്ചു ഒരു കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പോൾ എനിക്ക് 2 എലിയെ തിന്നാമല്ലോ. കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെ 2 വീട്ടിൽ വിട്ടു. പിറ്റേ ദിവസം പോയപ്പോൾ 7 എലിയെ കിട്ടിയുള്ളൂ. പിന്നെ അയ്യാൻ രണ്ടാമത്തെ കൊച്ചിനെ കൊടുത്തു. പിന്നെ അയക്ക് 6 എലിയെ കിട്ടുള്ളൂ. ആളൊന്നിനും 1 എലി, അതിൽ കൂടുതൽ അവന് വിധിച്ചിട്ടില്ല. ചിലർ പറയും ഈ കൊല്ലം എൻ്റെ 2 മക്കൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് കയറും, ഞാൻ ഇപ്പം മിടുക്കനാകും. ചുമ്മാതാ. ആ പിള്ളേർ ആശുപത്രിയിലോട്ടാണ് പോയത്. അവൻ നന്നാകുകയില്ല. അവൻ ആ പട്ടിണിയല്ല, ഇതിനേക്കാൾ ഇവൻ മേളിലോട്ട് വരികയില്ല. ഇവിടെ നിന്നാൽ മതി. ചില സഭയിൽ 25 മെമ്പേഴ്സ് എന്നാണ് സാത്താൻ തീരുമാനിച്ചത്. 26ാമത്തെ ആൾ സ്നാനപ്പെടുമ്പോൾ ഒരു അമ്മച്ചി എഴുന്നേറ്റ് ഒരു കുത്തുസാക്ഷി അങ്ങ് വെച്ച് കൊടുക്കും. 5 പേര് അതുവഴി പോകും. പിന്നെയും തുടങ്ങും 21, 22, 23, 25. സാത്താൻ പറയും ആയടാന്ന് പറയും. പിന്നെ ഒരു അപ്പച്ചൻ എഴുന്നേറ്റ് വേറൊരു സാക്ഷി പറയും. കുറച്ച് പേര് അതിലേ പോയി. ഇത് 26 ആകത്തില്ല. ചില പാസ്റ്റേഴ്സിന് 50 പേർക്ക് കർത്തൃമേശ കൊടുക്കാനാണ് ദൈവം വിധിച്ചത്. 51ാമൻ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഓർഗനൈസേഷൻ ഇവനെ പൊക്കിയെടുത്തൊരു സ്ഥലം മാറ്റമുണ്ട് 45 പേരുള്ളിടത്തോട്ട്. ഇവൻ 51 പേർക്ക് കർത്തൃമേശ കൊടുക്കുകയില്ല. അവൻ്റെ ലിമിറ്റ് പിശാച് വെച്ചിരിക്കുക. ഭാഗിക ശാപം, ഭാഗിക ശാപം. ചിലരെ ഒരു ലിമിറ്റിൻ്റെ മേളിലോട്ട് വരത്തില്ല. ഇന്ന് ഭാഗിക ശാപങ്ങൾക്ക് തമ്പുരാൻ പൊട്ടിച്ചു തരട്ടെ. ഓക്കെ, പൂർണ്ണശാപവും ഭാഗിക ശാപവും ഞാൻ തൊട്ടു. ഈ ശാപങ്ങൾക്കകത്ത് ലഭിക്കുന്ന ശിക്ഷ ജഡസംഹാരം വരെയാകും. ജഡസംഹാരം വരെയാകും. ഈ നാട്ടുകാരത്തി ഒരു സഹോദരി വളരെ നല്ല ദൈവഭക്തിയിൽ വളർന്ന ഒരാളാണ്. ഒരു CSI കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് സ്നാനപ്പെട്ടു. നിങ്ങളുടെ ഈ അടുത്തുള്ളവരാണ്. അവൾ സ്നാനപ്പെട്ട കുറ്റത്തിന് CSIയിലുള്ള അവരുടെ അപ്പനും ആങ്ങളമാരും എല്ലാം കൂടെ അവളെ കണ്ടമാനം ഉപദ്രവിച്ചു. അതെല്ലാം സഹിച്ച് അവൾ നിന്നു. അവൾ വിവാഹിതയായി. അവളുടെ ഭർത്താവ് ഒരു കൂലി വേലക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു വിൻഡോ എയർ കണ്ടീഷൻ എടുത്ത് കിളത്തി വെക്കുന്ന ജോലി കിട്ടി. തറയിൽ വെച്ച് റിപ്പയർ ചെയ്ത എയർ കണ്ടീഷൻ എടുത്ത് വിൻഡോയുടെ മണ്ടയിൽ കൊണ്ട് വെക്കുക, അവിടുന്ന് ഇളക്കിയെടുത്ത് ലോറിക്കകത്ത് കൊണ്ട് വെക്കുക. ഇങ്ങനെ ഒരു ചുമട്ട് തൊഴിലാളിയുടെ ജോലി വിൻഡോ എയർ കണ്ടീഷണറിന് കിട്ടി. അദ്ദേഹം വിശ്വസ്തനായി ജോലി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നിടത്തോട്ട് ഇവരെ സ്ഥലം മാറ്റി. അങ്ങനെ ഈ കുടുംബം ബാംഗ്ലൂരിൽ എൻ്റെ ചർച്ചിൽ വന്നു. ഒരു മനുഷ്യനെ നേരെ കാണാൻ പോലും ആ പെണ്ണിന് പേടിയായിരുന്നു. ഞാൻ അവരെ കാണാൻ ആദ്യം അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അടുക്കളയുടെ മുൻപിൽ ഒരു കർട്ടനുണ്ട്. അതിൻ്റെ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കാം. ഞാൻ പറഞ്ഞു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, കുഞ്ഞ് ഇങ്ങോട്ടൊന്ന് വാ. വരത്തില്ല, നാണമായിരുന്നു. അതുപോലെ ഇരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ ദൈവം അവളെ കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചു. അവൾ പ്രവചനം പറയാൻ തുടങ്ങി. കോളാർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയരുതാത്ത പേരായിരിക്കും പറഞ്ഞത്, കോളാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വേല ചെയ്യാൻ ദൈവം അവളെ ശക്തീകരിച്ചു. അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. കൊച്ചു കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പോൾ അതിനെ എടുത്ത് എളിയേൽ കിടത്തി. അതോ ഒരു മാറാപ്പിനകത്ത് കെട്ടിയിട്ടാണോ അതിൻ്റെ മൂത്ത കുഞ്ഞിനെ എളിയേലും വെച്ച് ഇവൾ ഗ്രാമങ്ങളിൽ കയറി സുവിശേഷ വേല ചെയ്യുമായിരുന്നു. 300ഓളം ആത്മാക്കളെ അവൾ നേടി. 300ഓളം ആത്മാക്കളെ നേടി. ഞങ്ങൾക്ക് കോളാറിലൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ കാരണം ഈ മോളാണ്, അല്ലല്ല കുടുംബമാണ്. അത്രയുമായി. അപ്പോഴത്തേക്ക് ഇവിടെ അകത്ത് പിശാചി കയറി. ഇവിടെ പാസ്റ്റേഴ്സിനെ ആരെയും വേണ്ട, ഞാനും ഭർത്താവും കൂടെ ആയിരിക്കും ഭരണം.
അവിടെ ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ സ്വന്തം സാക്ഷി പോലും അറിയാൻ വയ്യ. ഈ പെണ്ണിന് അവിടെ പേര് ചോദിച്ചാൽ പറയാൻ അറിയാൻ വയ്യ. ദൂത് പറയും, വെളിപ്പാട് പറയും. പക്ഷെ അതുകൊണ്ടൊന്നും സഭാ ശുശ്രൂഷ നടക്കുകയില്ല. സഭാ ശുശ്രൂഷ നടക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വേണം. അതിൽ ഒരു ഘടകവും ഇവർക്കില്ല, കൃപാവരം മാത്രം. ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ, നിന്നെയാണ് ദൈവം ഉപയോഗിച്ചത്, നിങ്ങളുടെ കുടുംബത്തെയാണ്. പാസ്റ്ററായി വേറൊരാളവിടെ വന്നിരിക്കും, അദ്ദേഹമായിരിക്കും സഭായോഗം നടക്കുന്നത്. പക്ഷേ നിനക്കായിരിക്കും ബഹുമതി മുഴുവനും. സാമ്പത്തിക സഹായവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷേ പാസ്റ്റർ പദവി നോക്കരുത്, അത് നിങ്ങളുടേതല്ല. അവൾ എൻ്റെ അടുക്കൽ വന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനെക്കുറിച്ച് 7-ാം കൽപ്പന ലംഘനത്തിൻ്റെ കംപ്ലയിൻറ്റ് വരെ പറഞ്ഞു. ഇത് നടക്കുന്ന കാര്യമല്ല. ആ മനുഷ്യൻ മാന്യനാ, അയാളിത് ചെയ്യത്തില്ല, എനിക്ക് അയാളെക്കുറിച്ച് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അവൾ അനാവശ്യമായ പലതും ചെയ്തു. എന്നോട് ക്ഷമിക്കണേ, മനുഷ്യൻ്റെ മുമ്പിൽ ഇറങ്ങി വരുവാൻ നാണം കാണിച്ച് ആ പെങ്കൊച്ച് ഒരിക്കലൊരു കാര്യം ചെയ്തു. ഞാനിത് പറയാൻ കൊള്ളുകയില്ലാത്തതാണ്, പക്ഷെ അവൾ ചെയ്തതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി സഭായോഗം നടക്കുന്നതിൻ്റെ ഇടയിൽ അവൾ മുൻപിലോട്ട് വന്നു. ഇതുപോലൊരു സ്റ്റേജുണ്ട്, അവിടെ ആളുകളെല്ലാം തറയിലായിരിക്കുന്ന ബെഞ്ചിലല്ല. മുന്നോട്ട് വന്ന് പുറകോട്ട് തിരിഞ്ഞ് സ്റ്റേജിലോട്ട് ചാരിയിരുന്ന് കുഞ്ഞിന് പാല് കൊടുത്തു, വസ്ത്രമഴിച്ച്. മനസ്സിലാകുന്നുണ്ടോ? 1-2 പേര് ഒബ്ജക്റ്റ് ചെയ്തോ പറഞ്ഞു, ഈ ചെകുത്താനെ ഇവിടെ നിന്ന് എടുത്ത് കളയണം. പാസ്റ്ററുടെ കാര്യമാണ്, ഇവനെ ഇവിടെ നിന്ന് എടുത്ത് കളയുന്നത് വരെ ഞാനിത് ചെയ്യും. ഞാനായി ചർച്ച ഉണ്ടാക്കിയത്, എന്ത് ചെയ്യും? എല്ലാവരും കൂടെ കംപ്ലയിൻറ്റും കൊണ്ട് വീട്ടിൽ വന്നു. എന്നോട് വന്ന് പറഞ്ഞു. ഒരു ശനിയാഴ്ച വൈകിട്ടാണ് ഇവരെല്ലാം കൂടെ വരുന്നത്. സാധാരണഗതിയിൽ ശനിയാഴ്ച വൈകിട്ട് അവർ വന്നാൽ വീട്ടിൽ താമസിക്കും, ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോകും. അതാ പതിവ്. അന്ന് കോളാർ ചർച്ചിൽ ആരാധന കാണത്തില്ല, അവരിങ്ങോട്ട് പോരുന്നാൽ ഇതാണ് പതിവ്. ഞായറാഴ്ച രാവിലെ, ശനിയാഴ്ച രാത്രി വഴക്ക് തീർക്കാൻ നോക്കി. അവൾ യാതൊന്നുകൊണ്ട് സമ്മതിക്കത്തില്ല. പാസ്റ്ററെ മാറ്റി എൻ്റെ ഭർത്താവിനെ പാസ്റ്ററാക്കണം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല, നടക്കില്ല. അന്ന് രാത്രിയിൽ അവൾ ആഹാരം കഴിക്കാതെ കിടന്നുറങ്ങി. ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് എഴുന്നേറ്റു. ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, മാറ്റത്തില്ല, എന്ന് തീരുമാനിച്ചു, ഇന്നലെ പറഞ്ഞതല്ലേ. സഭായോഗം നടക്കുന്നതിൻ്റെ മധ്യത്തിൽ, അന്നത്തെ ഞങ്ങളുടെ സഭായോഗത്തിന് 1500 പേരെങ്കിലും ഉണ്ടാവും. 1500 പേരെങ്കിലും ഒരുമിച്ച് കൂടി സഭായോഗം നടത്തുന്നതിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ, ടാറ്റാ, ഞാനിനി ഇങ്ങോട്ടില്ല. ഞാൻ പറഞ്ഞു, ഗുഡ് ബൈ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മാത്രം. അന്ന് ഞാൻ യൂറോപ്പിന് പോകാം. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്താണ് അന്ന് എനിക്ക് പോകേണ്ടത്. സഭായോഗം തീരുകയും ഞാൻ ഓടി വന്നെൻ്റെ പെട്ടി എടുത്തുകൊണ്ട് ഓസ്ട്രിയയ്ക്ക് പോകാം. ഓസ്ട്രിയയ്ക്ക് പോകാനായിട്ട് ആദ്യം ലണ്ടനിൽ ഇറങ്ങണം. ലണ്ടനിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഫ്ലൈറ്റ് മാറണം, അങ്ങനെ പോകണ്ടേ. ലണ്ടനിൽ ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് വിളിച്ചു, മോനെ ഞാൻ ലണ്ടനിൽ എത്തിയെന്ന് മോനോട് പറയാൻ വേണ്ടി. മോൻ പറഞ്ഞു, ഡാഡി. ആ ഇറങ്ങിപ്പോയ ആൻറ്റി പേര് പറഞ്ഞു. ആ ആൻറ്റിക്ക് സുഖമില്ല, പെട്ടെന്ന് ബോധക്കേടുണ്ടായി, കാണാൻ മമ്മി എല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൾക്ക് ഡാഡിയെ വിളിച്ച് ക്ഷമ ചോദിക്കണമെന്നുണ്ട്, ഡാഡിയുടെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ അവൾ എന്നെ വിളിക്കുകയില്ല, അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാൻ കാര്യം, ഞാൻ ഓസ്ട്രിയയ്ക്ക് പോകാം. ഇവർക്ക് മലയാളമല്ലാതെ ഭൂമിയിൽ വേറെ ഒരു ഭാഷ അറിയത്തില്ല. ഓസ്ട്രിയയിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ കൂടെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല, അവിടെ എല്ലാം ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാൽ കൂടെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ താമസിക്കാൻ പോകുന്ന വീട്ടിലെ നമ്പരേ ഉള്ളൂ, എനിക്ക് ഫോണില്ല. അങ്ങോട്ട് വിളിച്ച് പറയാൻ വേണ്ടി എനിക്കവിടെ ഓസ്ട്രിയയിൽ എനിക്ക് ഫോണില്ല. അപ്പോൾ വീട്ടുകാരനെ വിളിച്ചവൾ എന്നെ പറയാൻ വരുന്നേ, അത് നടക്കത്തില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൾ എന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല മോനെ എന്ന് പറഞ്ഞു. ഓസ്ട്രിയയിൽ ചെന്നിറങ്ങി എൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ദൂത്, മെസ്സേജ് മോൻ്റെയാണ്, ബാഡ് ന്യൂസ്, ആ ആൻറ്റി മരിച്ചുപോയി. പോകുന്ന വഴിക്ക് അവൾക്ക് ഷുഗർ കയറി. ബാംഗ്ലൂർ കോളാർ ഡിസ്റ്റൻസ് 80 കിലോമീറ്ററാണ്. പോകുന്ന വഴിക്ക് അവൾക്ക് ഷുഗർ കയറി. വഴിയിൽ വെച്ച് തന്നെ തലകറക്കമൊക്കെ ഉണ്ടായി. വീട്ടിലെത്തി ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു. ആ ഓട്ടോറിക്ഷയിൽ നടന്നു കയറി ഹോസ്പിറ്റലിൽ നടന്നിറങ്ങി കയറി ചെക്ക് ചെയ്ത് വെച്ച് ഡോക്ടർ പറഞ്ഞു, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, ഷുഗർ അങ്ങ് അതുപോലെ കൂടി. ഇവർക്ക് ഷുഗർ കംപ്ലയിൻറ്റ് ചരിത്രത്തിലില്ല. ഷുഗർ അതുപോലെ കൂടി, ബ്രെയിനിൻ്റെ നരമ്പുകൾ ബ്ലോക്കായി. അടുത്ത 1 മണിക്കൂർ ആളുപോയി. അവിടെ വീട്ടുകാരെല്ലാം കൂടി ഇവിടെ നിന്നിളകി. ഭർത്താവ് കൊന്നതാ, സ്ത്രീധനം കൊടുത്തിരുന്നില്ല പോലും, അതിൻ്റെ പേരിൽ ഭർത്താവ് കൊന്നതാ. അവനാകപ്പാടെ ബുദ്ധിമുട്ടിലായി. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഓസ്ട്രിയയിലെ 7 ദിവസത്തിനകം അവളുടെ ശവം ഇവിടെ അടക്കി. ഭർത്താവ് ഹൈ ഷുഗറായി ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ഞാൻ വന്ന അന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ പോയി ആ മനുഷ്യനെ കണ്ടു, മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളിന് ഞങ്ങളുടെ വീടിൻ്റെ പ്രകൃതി അറിയത്തില്ല, അവളെക്കൊണ്ട് ഞാൻ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. അവൾ അത്ര അടമൻ്റായിരുന്നു. അങ്കിളിന് മനസ്സിലായല്ലോ. അപ്പം ഞാൻ എന്തും വേണ്ടി സഹിച്ച് കാണും. പക്ഷേ എനിക്കെന്താ ഈ കംപ്ലയിൻറ്റ് വന്നേ? ഞാൻ പറഞ്ഞാൽ നീയും കൂടെ അല്ലേ ഇറങ്ങിപ്പോരുന്നത്? അയ്യോ അല്ലേ, പിന്നെ ജീവിക്കാൻ ഒക്കുകയില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് ജീവിക്കണമെന്നൊരാശയത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ഭാര്യ വിളിച്ചതിൻ്റെ പുറകെ ഇറങ്ങിപ്പോയ നീയും കിടന്നേ തീരൂ. എന്ന് അദ്ദേഹത്തിൻ്റെ വിരലുകൾ മുറിച്ച് കളഞ്ഞു. ആൾ ജീവനോടുണ്ട്. 2 പെൺകുഞ്ഞുങ്ങൾ
മാനസിക രോഗികളാണ്. അധികാരത്തോട് കയറി അടിക്കുന്ന കാര്യം ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 2 കേസെങ്കിലും പോയതെനിക്കറിയാം. നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇനിയും പൂർണ്ണശാപവും ഭാഗിക ശാപവും ഞാൻ തൊട്ടു. ജഡസംഹാരം വരെ നടക്കാം. ഇതുകൊണ്ട് പെൺകുട്ടിയുടെ ആത്മാവ് നരകത്തിൽ പോയെന്ന് ഞാൻ പറഞ്ഞില്ല. പൗലോസ് എഴുതിയിരിക്കുന്ന വാചകം, ആത്മാവ് നമ്മുടെ കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു. ജഡത്തിൽ ഈ ഹെവി സംഹാരം ലഭിക്കുന്നതോടെ ആ ശിക്ഷ ഇവിടെ അനുഭവിച്ചു തീരുമ്പോൾ നിത്യതയിൽ പ്രവേശനം കിട്ടും. പ്രതിഫലം കിട്ടത്തില്ല, പ്രതിഫലം ഒന്നും കാണത്തില്ല. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന, ചിലർ തീയിലൂടെ രക്ഷപ്പെട്ടവരെ പോലെ ആ ഉടുതുണി പോലും കാണുകയില്ല, ലജ്ജ കൊണ്ട് മൂടും. തീയിലൂടെ രക്ഷപ്പെട്ടവരെ പോലെ ചിലരായിരിക്കും. പക്ഷെ നിത്യതയിൽ ആത്മാവ് കാണും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നല്ലതാണ്, നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ എല്ലാവരും കൂടി കസറയിൽ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളിനോട് പാസ്റ്റർ പറഞ്ഞ് ഇറങ്ങി തറയിലോട്ടിരിക്കാൻ പറഞ്ഞാൽ ആളിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇവിടെ പാസ്റ്റർ പറഞ്ഞിരുത്തി അരമണിക്കൂർ കൊണ്ട് അങ്ങ് തീരും. അത് കഴിയുമ്പോൾ അങ്ങർക്ക് തന്നെ കരുണ തോന്നിയില്ല, അങ്ങർക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നും. പുള്ളി പോകുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോകും. മറ്റേതൊരു നിത്യതയാണ്. 1, 2, 3, 10 ദിവസമല്ല, 10 വർഷമല്ല, 10,000 വർഷമല്ല, നിത്യത. അത് വരാതിരിക്കുവാൻ, ഏറ്റവും ഉന്നതമായത് കരസ്ഥമാക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. അവസാനത്തെ ചാപ്റ്റർ, ശാപത്തിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ, അനുഗ്രഹം എങ്ങനെ, അതായിരിക്കും എടുക്കുന്നത്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ദയവായി വായിക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. നിൽക്കട്ടെ, ഈ വാക്യം എവിടുന്ന വന്നെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വേദപുസ്തകത്തിലെ വാക്യങ്ങളുടെ സൂചന മതി, വിശദീകരണത്തിന് സൂചന മതി. ഈ വാക്യം ആവർത്തന പുസ്തകത്തിലാണ്. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കെട്ടിഞ്ഞാന്ന് ചാകുന്നതിൻ്റെ കാര്യമാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ കെട്ടിഞ്ഞാന്ന് ചാകുന്നതിൻ്റെ കാര്യം ആ ആവർത്തനത്തിൽ പറയുന്നത്. ഞാലുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ക്രിസ്തു കെട്ടിഞ്ഞാന്ന് ചാകുമായിരുന്നു? അല്ല. പിന്നെ എന്നെ അങ്ങനെ എഴുതിയേ? മോനെ, അറിഞ്ഞുകൊണ്ട് മരണത്തിന് ഏൽപ്പിച്ചതാടാ. കെട്ടിഞ്ഞാലുന്നവനെ ആരും ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നല്ല, അവൻ അറിഞ്ഞും കൊണ്ട് ഏൽപ്പിക്കുന്നതാണ്. എൻ്റെ കർത്താവ് സ്വയം അറിഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ടി ഏൽപ്പിക്കുക. പീലാത്തോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് നിന്നെ വിടുവിപ്പാൻ അവകാശമുണ്ടെന്നും നിന്നെ കൊല്ലാൻ കൊടുക്കാൻ അവകാശമുണ്ടെന്നും നിനക്കറിയാമോ? യേശുവിൻ്റെ മറുപടി, പിതാവ് തന്നിട്ടല്ലാതെ ഒരു അധികാരവും ഇല്ലടാ, എനിക്കറിയാം, നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുക. അടുത്തത്, ഭൂമിയിൽ കൈസർക്ക് പകരം ഞാൻ രാജാവാകുമെന്ന് പറയുന്നവനെ എല്ലാം കൊല്ലണം എന്ന് ഇവിടുത്തെ നിയമമാണ്. നീ പറ, നീ രാജാവാണോ? അല്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, രക്ഷപ്പെട്ടു പോയേനെ. പീലാത്തോസാണ് യേശുവിനെ വിടുവിക്കാൻ തീരുമാനിച്ചതാണ്. യേശു പീലാത്തോസിനോട് ഇൻഡയറക്റ്റ്ലി ഒരു ചോദ്യം ചോദിച്ചു, ചാകാൻ വന്ന് എന്നെ വിടുവിക്കാനാണ് നീ നോക്കുന്നത്? എന്നാൽ ഒന്ന് വിടുവീരടാ, ഞാൻ രാജാവാ. ചാകാൻ വന്ന് എന്നെ വിടുവിക്കാനാണ് നീ തീരുമാനിക്കുന്നത്, എന്നാ ഒന്ന് വിടുവീരടാ, ഞാൻ രാജാവാ. ഐഹികമല്ലെന്ന് മാത്രം, ഞാൻ രാജാവാ. പീലാത്തോസിന് നിവൃത്തിയില്ലാതായിപ്പോയി. യേശു സ്വയം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമ്മുടെ ശാപങ്ങൾക്ക് പകരം കാൽവറിയിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. താവോട്ട് വായിച്ചാട്ടെ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ, ഇന്ന് പറയുമ്പോൾ എന്നെ എന്ന് പറഞ്ഞോണം, എന്നെ വിലയ്ക്ക് വാങ്ങി. എം.എ. വർഗീസിനെ ഓരോരുത്തരും അവരവരുടെ പേര് പറയാം. എന്നെ വിലയ്ക്ക് വാങ്ങി. പിന്നെ വായിച്ചു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്. നിൽക്കട്ടെ, അബ്രഹാമിന്റെ അനുഗ്രഹം. എന്തോ അബ്രഹാമിന്റെ അനുഗ്രഹം? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എൻ്റെ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട കുറ്റത്തിന് ഞാൻ പഠിച്ചിരുന്ന മാർ ഗീഗോറിയോസ് ഡയോസേഷൻ സ്കൂളിൽ നിന്ന് എൻ്റെ പേര് വെട്ടി. 1 വർഷം എൻ്റെ പഠിത്തം നഷ്ടപ്പെട്ടു. 13ാമത്തെ വയസ്സിൽ തിരിച്ചവിടെ ചേർന്ന് പഠിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അന്ന് എൻ്റെ സ്കൂളിൻ്റെ മാനേജരായിരുന്ന മാർ ഗീഗോറിയോസ് തിരുമേനി, യാക്കോബായ സഭയുടെ അന്നത്തെ ബിഷപ്പും പിന്നെ അദ്ദേഹം കൂറിലോസ് കാതോലിക്കേറ്റായി മാറിയ കൂറിലോസ് തിരുമേനി എന്നെ വിളിച്ചേച്ച് പറഞ്ഞൊരു പദമുണ്ട്. അദ്ദേഹം സ്കൂളിൽ വന്ന് പരസ്യമായിട്ട് എന്നെ വിളിപ്പിച്ചു. സ്കൂളിൻ്റെ ജനറൽ അസംബ്ലി കൂടി അവിടെ എന്നെ വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞ പദം, നിന്നെ ശപിക്കാനാണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആ വാക്കുകളൊക്കെ ഇങ്ങനെ അകത്ത് കിടപ്പുണ്ട്.
ഞാൻ പറഞ്ഞ മറുപടി, എന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും, എന്ത് വേണേ കാണിക്കാൻ പറഞ്ഞു. അയാൾ അതിലേ അങ്ങ് പോയി. അന്ന് എന്നെ പഠിപ്പിച്ച മറ്റൊരു അധ്യാപകൻ പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ ഈ സ്റ്റേജിൽ എന്ന് പറയുന്നേ, നീ മുടിഞ്ഞു പോകേ ഉള്ളൂ, നീ ഗുണം പിടിക്കുകയില്ല. അയാളെ പ്രാഗിയതോടെ ഞാൻ നന്നായി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് 3 ബിരുദങ്ങളും ഒരു ഡോക്ടറേറ്റുമായിട്ടാണ്. എൻ്റെ കൂടെ പഠിച്ചതിൽ അധികം പേർക്ക് ആ ഒരു പൊസിഷന് വരാൻ സാധിച്ചില്ല. എൻ്റെ സ്കൂളിൽ പഠിച്ചതിൽ വലിയ സഭയുടെ പാസ്റ്റേഴ്സ് ആരുമില്ല. ഭൂലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററാണ് ഞാൻ. അയാൾ പ്രാഗിയതോടെ അത് ഒത്തു. എന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. അബ്രഹാമിൻ്റെ അനുഗ്രഹം. പാസ്റ്ററെ, വെട്ടാത്ത കൂവവും നട്ടുണ്ടാക്കാത്ത തോട്ടവും കെട്ടാത്ത വീടുകളും അബ്രഹാമിൻ്റെ വാഗ്ദത്തമാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം. നീ പണിതിട്ടില്ലാത്ത വീട്ടിൽ പാർക്കും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം തിന്നും, നീ കെട്ടാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കും. അബ്രഹാമിൻ്റെ അനുഗ്രഹം. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ നിന്നെ വളർത്താൻ പോവുക. ആ വാഗ്ദത്തം സഭ ഏറ്റെടുത്തു. ഇൻ ബ്ലസ്സിങ് ഐ വിൽ ബ്ലസ് യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്, ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അങ്ങനെയൊക്കെയാണ് മലയാള വേദപുസ്തകത്തിൽ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇൻ ബ്ലസ്സിങ് ഐ വിൽ ബ്ലസ് യു, ഇൻ മൾട്ടിപ്ലൈയിങ് ഐ വിൽ മൾട്ടിപ്ലൈ യു. എനിക്കൊന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നിയാൽ ഒരു ലിസ്റ്റ് ഉണ്ടടാ, ഇതിൻ്റെ പേരാ മേളിൽ. ഈ ലിസ്റ്റ് പ്രകാരമേ ഞാൻ അനുഗ്രഹിക്കത്തുള്ളൂ. ഇൻ ബ്ലസ്സിങ് ഐ വിൽ ബ്ലസ് യു, ഇൻ മൾട്ടിപ്ലൈയിങ് എന്ന് വർദ്ധിപ്പിക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടടാ, ആ ലിസ്റ്റിൻ പ്രകാരമേ ഞാൻ വർദ്ധിപ്പിക്കത്തുള്ളൂ. 1-ാം പേര് നിൻ്റെയാ. ഇൻ ബ്ലസ്സിങ് ഐ വിൽ ബ്ലസ് യു, ഇൻ മൾട്ടിപ്ലൈയിങ് ഐ വിൽ മൾട്ടിപ്ലൈ യു. അബ്രഹാമിൻ്റെ അനുഗ്രഹം വായിച്ചു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. നാം ആത്മാവെന്ന നിക്കട്ടെ, നമ്മളെല്ലാം ജാതികളുടെ മുദ്രയും കുത്തി നടന്നതാ, മറക്കണ്ട. ആ നമ്മയാണ് ജാതികളിൽ നിന്ന് വീണ്ടെടുത്ത് ക്രിസ്തുവിൻ്റെ മുദ്ര കുത്തിയത്. നിങ്ങളുടെ മേലൊരു മുദ്രയുണ്ട്, അറിയാമോ? അഭിഷേകം, തീയുടെ അടയാളം. അത് നിങ്ങളുടെ മേലുണ്ട്. എനിക്ക് ആ ഭാഗങ്ങളൊക്കെ എടുക്കാൻ ആശയുണ്ട്. സാത്താൻ പലതിനെ മുദ്ര കുത്തി വിട്ടു. ശരീരത്തെ എല്ലാം മുദ്രയാണ്, എല്ലാം മുദ്ര. ഈ ലേവ്യ പുസ്തകം 19-ാം അധ്യായം അവരവരുടെ സമയത്തൊന്ന് വായിച്ചോണം. അബ്രഹാമിൻ്റെ സന്തതിയോട് ദൈവം പറയുന്നത്, ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു, അബ്രഹാമിനെ ദൈവം വിളിച്ചെങ്കിലും ഒരു വാക്യത്തിൻ്റെ കണിക അദ്ദേഹത്തിന് എഴുതി കൊടുത്തിട്ടില്ല. കാര്യം എഴുതി കൊടുക്കത്തക്ക ജീവിത വേർപാട് അബ്രഹാമിനില്ലായിരുന്നു. കല്യാണം നടത്തിയപ്പോൾ പിള്ളേരുടെ കല്യാണം ജാതിയെ പോലെ നടത്തിയേ. എന്നാ പകരം എഴുതി കൊടുക്കുന്നത്? എഴുതി കൊടുത്തിരിക്കുന്നത് മോശയ്ക്കാണ്, അതുവരെ ആരുടെയും കൈ കൊടുത്തിട്ടില്ല. കാര്യം ആ വേർപാടിൽ വന്നത് അവിടെയാണ്. ആ വേർപാടിലേക്ക് മോശയെയും തൻ്റെ ജനത്തെയും കർത്താവ് കൊണ്ടുവന്നു. ആ ജനത്തോട് പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ചോണം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം നിങ്ങളുടെ സ്വന്തം സമയത്ത് വായിച്ചോണം, ഇപ്പം വായിക്കണ്ട. ശരീരത്തിൽ മുറിവേൽപ്പിക്കരുത്, കിഴിക്കരുതെന്ന്, നോ ബോഡി പിയേഴ്സിങ്. പച്ച കുത്തരുത്, അടയാളങ്ങൾ മാർക്കുകൾ ശരീരത്ത് വെക്കരുത്, തലയുടെ അരികി വൃത്തികേടാക്കരുത്, ജാതികളെപ്പോലെ മുടി വെട്ടരുത്, താടിയുടെ വിളുമ്പ് വൃത്തികേടാക്കരുത്, ജാതികളെപ്പോലെ മീശ വടിക്കരുത്. നീ ദൈവ പൈതല. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആ ജനത്തിൽ നിന്ന് മാത്രമേ ക്രിസ്തുവിന് ജനിക്കാനൊക്കത്തുള്ളൂ. ജാതിയായിരുന്ന എന്നെ ക്രിസ്തുവിൽ വീണ്ടെടുക്കുവാൻ. ക്രിസ്തുവിൽ വന്നു ചേർന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് വായിച്ചു. നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന്. ആത്മാവെന്നത് വാഗ്ദത്ത വിഷയമാണ്. ആത്മാവ് ഒരു മുദ്രയായി അവരുടെ മേലിറങ്ങി. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒന്നുണ്ട്. ഈ നിമ്രോദ് ആകാശം വരെ ഉയരമുള്ള ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ചു. ആ ഗോപുരത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഭാഷയിൽ എഴുതിയിരിക്കുന്നത് മേഘമണ്ഡലങ്ങൾക്ക് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മാജിക്കൽ ശക്തികളെ പിടിച്ച് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു ഗോപുരമെന്ന. മേഘമണ്ഡലത്തിൻ്റെ മീതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയെ പിടിച്ചൊതുക്കുവാൻ എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികളെ പിടിച്ച് ഭൂമിയിലേക്ക് അയക്കുവാൻ പ്രാപ്തമായ ഒരു ഗോപുരം. അതെങ്ങനെ ഒരു ഗോപുരത്തിന് സാധിക്കും? ആ ഗോപുരത്തിൻ്റെ മുകളിലും ഇതേ മുദ്രകൾ വെക്കാനാണ് അവൻ തീരുമാനിച്ചത്. ഒരിക്കൽ രാജസ്ഥാനിൽ ഈ വിഷയം ഒന്ന് എടുക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. അന്ന് കൃത്യം പോലെ ഞാൻ ഡൽഹിയിലെ ഒരു ലീഡർഷിപ്പ് കോഴ്സ് മീറ്റിംഗ് കഴിഞ്ഞാൽ പോയത്. പള്ളിക്കുടുത്തി പോകാത്ത ആളുകളുടെ അടുക്കൽ ഇത് എന്നാ കാണിക്കാൻ? അവർക്ക് ഇതിനകത്തുനിന്ന് എന്നെ മനസ്സിലാകും. അപ്രോക്സിമേറ്റ്ലി ഒരു പ്രീ യൂണിവേഴ്സിറ്റി എങ്കിലും ഇല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല പവർ പോയിൻറ്റ്സിനകത്തെ പലതും.
അപ്പോൾ ഇതെന്നെ എടുക്കാനാണ്. പിന്നെയും പരിശുദ്ധാത്മാവിനോട് പറയാൻ തുടങ്ങി, ഇത് കാണിച്ചേ തീരൂ. ദൈവകരുണയാൽ ഒരു സ്കൂളിൽ വെച്ചാൽ ഇത് മീറ്റിംഗ് നടത്തുന്നത്. ഒരു 2000 പേർ പങ്കെടുക്കുന്നതിൽ ഒരു 50 പേര് സ്കൂൾ ടീച്ചേഴ്സുണ്ട്. വേറെ ഒരു 15 or 20 പേര് മെഡിക്കൽ ഡോക്ടേഴ്സായി വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. ബാക്കി മുഴുവനും വിവരമില്ലാത്തവരാ. ഈ വിവരമില്ലാത്തവരെ ഞാൻ ഇത് കാണിച്ചിട്ട് എന്നെ എടുക്കാനാണ്. 2ാമത്തെ ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു, കാണിച്ചേ തീരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരുടെ പെർമിഷനോടെ കാണിച്ചു. മീറ്റിംഗ് ഒരു പകുതിയായി നിമ്രോദിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ്, ക്ഷമിക്കണം, ഭൂമിയിലുള്ള ഏതെല്ലാം ഡയമണ്ട് കട്ടക്സ് ഉണ്ടോ അത് മുഴുവനും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു രൂപമാണ് അതിൻ്റെ മുകളിൽ. ഡയമണ്ട് കട്ട്സിൻ്റെ ഭാഗികമായി ഉപയോഗിക്കുന്നവർ കരുതിക്കോ എന്നെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, ഏത് ചിഹ്നമാണ് കൊണ്ട് നടക്കുന്നത്, അങ്ങനെ പലതും. ഇതങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു മെഡിക്കൽ ഡോക്ടർ ചൂടായി അലറിക്കൊണ്ട് ഒരു ഓട്ടോ ഓടി. അവൻ്റെ അപ്പൻ അവനെ പിടിക്കാൻ ആളുമായിട്ട് അവൻ്റെ പുറകെ. ഇവനൊരു മാനസിക രോഗിയെപ്പോലെ കറങ്ങിക്കിടന്ന ഒരു ഡോക്ടറാണ്. ചികിത്സയുമില്ല, രോഗിയുമില്ല, ആശുപത്രിയിലും കയറ്റത്തില്ല, അങ്ങനെ കിടന്ന ഒരുത്തനാണ്. ഇറങ്ങി ഓടി അവൻ്റെ പുറകെ പോയി പിടിച്ചുകൊണ്ട് വന്ന് ഒറ്റയ്ക്ക് അവനോട് സംസാരിക്കാൻ സാധിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അങ്കിളെ, ഞാൻ ഇന്ത്യക്ക് വെളിയിലാണ് എൻ്റെ മെഡിസിൻ പഠിച്ചത്. ഇന്ത്യക്ക് വെളിയിൽ എൻ്റെ മെഡിസിൻ പഠിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഗെയിമുണ്ട്. ഞാനങ്ങ് പോയി ഇവിടുന്നൊക്കെ. ഒരു കമ്പ്യൂട്ടർ ഗെയിമുണ്ട്, ഞാൻ ആ കമ്പ്യൂട്ടർ ഗെയിമിൽ ചാമ്പ്യനാണ്. ഞാൻ പറഞ്ഞു, ഏതാണ് ഗെയിമിൻ്റെ പേര് പറയാം, എല്ലാവരോടും പറയാമല്ലോ, നാളെ ആരും വരാതെ പറയത്തില്ല. ആ ഗെയിമിനകത്ത് ഉപയോഗിക്കുന്ന 12 ചിഹ്നങ്ങളുണ്ട്. അതിൽ 11 അങ്കിളി കാണിച്ചത്. എൻ്റെ നിമ്രോദിൻ്റെ മേളിൽ വെച്ചിരുന്ന 12 ഉണ്ടെന്ന് അറിയാമെങ്കിലും 11ൻ്റെ പടമേ എൻ്റെ ഉള്ളൂ. 12 പടങ്ങളാണ് നിമ്രോദ് വെച്ചിരുന്നത് അവൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ. അതിൽ 11 എൻ്റെ ഉണ്ട്, 11 ഞാൻ കാണിച്ചു. അവൻ പറഞ്ഞ്, ഈ ഗെയിമിൻ്റെ ഹീറോയുടെ പേര് ലൂസിഫർ എന്നാ. ലൂസിഫറിനെ ജയിക്കുകയാണ് ഞങ്ങളുടെ ജോലി. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന 12 ആയുധങ്ങളാണിത്. ഇതുപയോഗിച്ചാണ് ഈ ഗെയിം കളിക്കുന്നത്. അവൻ ഭൂതബാധിതനായിരുന്നു. 2 വർഷം അവൻ്റെ അപ്പൻ അവനെ ബാംഗ്ലൂർ വിട്ടു. നമ്മുടെ ചർച്ചിൽ 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം കൊണ്ടാണ് ആ ശക്തി അവനെ വിട്ടുപോകുന്നത്. ഇങ്ങനെ പിശാച് സകലതിൻ്റെ മേൽ മുദ്ര കുത്തുമ്പോഴാണ് പെന്തക്കോസ് നാളിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരൊറ്റ ശബ്ദത്തോടെ ഒരു മുദ്ര ഇരുന്നവരുടെ തലയിൽ, ആത്മാവിൻ്റെ മുദ്ര അവരുടെ മേൽ പതിഞ്ഞു. ക്രിസ്തുവിനുള്ളവർ നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ മുദ്ര പതിഞ്ഞു. ഈ 2 മുദ്രയും കൂടെ ഒന്നിച്ച് കൊണ്ടു നടക്കാവുന്ന ആരും തെറ്റിദ്ധരിക്കേണ്ട, നടക്കുകയില്ല. ഒന്ന് പതുക്കെ അങ്ങ് മാറും. ശൗലിൻ്റെ മേലുള്ള യഹോവയുടെ ആത്മാവ് മാറി ദുരാത്മാവ് വന്നതുപോലെ കാലത്തിൻ്റെ പോക്കിൽ ദൈവാത്മാവ് വിട്ടുപോകും, ദുരാത്മാവ് വന്നു ചേരും. മറക്കണ്ട. വായിച്ചോ ഒന്നുകൂടെ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് ലഭിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് പകരം മരത്തിന്മേൽ തൂങ്ങി. വായിച്ചു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കുവാൻ. ഇവിടെ ശാപങ്ങൾ പൊട്ടേണ്ടതിന് 3 ഘടകങ്ങൾ കാണാം. 1, യേശുവിൻ്റെ കാൽവരി, അവിടെയാണ് ജയമുള്ളത്. 2, നിങ്ങളുടെ വിശ്വാസം. 3, ആത്മാവിൻ്റെ പ്രമാണം. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ ശാപങ്ങൾ പൊട്ടത്തുള്ളൂ. 1, യേശുവിൻ്റെ കാൽവരി. കൃപയാൽ യേശു കാൽവരിയിൽ യാഗമായി. വില കൊടുക്കാതെ വാങ്ങാവുന്ന, യാതൊന്നും കൊടുക്കാതെ ഏറ്റുവാങ്ങാവുന്ന ആ ദൈവിക അനുഗ്രഹം കർത്താവ് നമുക്ക് തന്നു. 2, ദ ക്രോസ് ഇസ് എ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്, ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് ഞാൻ വരും. കാൽവരിയിലാണ് കൈമാറ്റത്തിൻ്റെ സ്ഥലം, അത് നമുക്ക് തന്നു. 2, നമ്മുടെ വിശ്വാസം. ഞാൻ പറയുന്ന ഉദാഹരണങ്ങളും വേദപുസ്തക വാക്യങ്ങളുടെ അകമ്പടിയും ചരിത്രത്തിലുള്ള തെളിവുകളും ശാസ്ത്രത്തിലുള്ള തെളിവുകളും മൊത്തം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വളർത്താനാണ്. സാത്താൻ്റെ താല്പര്യം നിങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാനാണ്. ഇല്ലെന്നും പറഞ്ഞ് ഒരുത്തനിറങ്ങും, ചുമ്മാതാന്നും പറഞ്ഞ് വേറൊരുത്തനിറങ്ങും. ഇതെല്ലാം വിശ്വാസം നശിപ്പിക്കാനാണ്. 1, യേശുവിൻ്റെ കാൽവരി. 2, നിങ്ങളുടെ വിശ്വാസം. 3, ആത്മാവിൻ്റെ പ്രമാണം. ആത്മാവിൻ്റെ പ്രമാണം എന്തുവാ? പരിശുദ്ധാത്മാവ് ചില കൃപാവരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുക. ഇന്ന് പകൽ ശാപവിമുക്തിയുടെ കൃപാവരം ഇതിനകത്ത് ദൈവം തരട്ടെ. അങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്തുക. ആത്മാവിന് ഒരുപാട് വഴികളുണ്ട്. അതിലത്തെ ഒരെണ്ണം ഇന്നത്തേക്ക് ആവശ്യമുള്ള 1 ഞാൻ തൊട്ടത്. ഇത് 3 കൂടെ ഒരുമിച്ച് ചേരട്ടെ. നമ്മുടെ വിശ്വാസം വലുതാണ്, മറക്കരുത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഞാൻ വിശ്വസിക്കുന്നുവെന്ന് സാത്താനും പറയും. അതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്ന നല്ലവൻ വിശ്വസിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസം അവന് നീതിയായി കണക്കിടത്തില്ല. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ്. പ്രവൃത്തിയുള്ള വിശ്വാസം നമുക്ക് കാഴ്ചവെക്കാം. പ്രവൃത്തിയുള്ള വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം. 1, യേശുവിൻ്റെ കാൽവരി. യേശുവിൻ്റെ കാൽവരിയാണ് നമ്മുടെ വിടുതലിൻ്റെ സ്ഥലം. വീണ്ടും ഞാൻ അവിടെ വരും. അതിന് മുന്നമേ കൊലോസ്യ ലേഖനം 2:14-15 വായിക്കണ്ട.
യേശു സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. അവൻ്റെ കയ്യിൽ നിങ്ങൾക്കെതിരെ പോരാടുവാൻ ഇന്ന് ആയുധമില്ല. അവൻ്റെ കയ്യിൽ അഥവാ ആയുധം ഉണ്ടെങ്കിൽ നിങ്ങളോട് പോരാടിയിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പിനകത്തുനിന്ന് നിങ്ങൾ ഇറങ്ങുന്നത് വരെ ആ ആയുധങ്ങൾ നിർവീര്യമാകുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുക. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക അധികാരത്തിൻ്റെ പുറകിൽ ഇന്നത് പുറകോട്ട് മാറുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. 1981 ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു കൺവെൻഷൻ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് ജീവനോടിരുന്ന പാസ്റ്റർ V.A. തോമസ് എന്ന് പറയുന്ന ആളിനെ വിളിച്ച കൺവെൻഷൻ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കൺവെൻഷന് വേണ്ടി ഭാരത ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഗ്രൗണ്ട് ഞങ്ങൾ വാടകയ്ക്ക് ചോദിച്ചു. ഗ്രൗണ്ട് തരത്തില്ല എന്നവർ പറഞ്ഞു. ക്രിസ്ത്യൻ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഭാരത ഇലക്ട്രോണിക്സിൻ്റെ ഗ്രൗണ്ട് തരത്തില്ലെന്നവർ പറഞ്ഞു. അന്ന് അവിടെ ഇരുന്ന പോലീസ് കമ്മീഷണറായിരുന്ന S.T. സാംഗ്ലിയാന IPS, അദ്ദേഹത്തെ ഞാൻ അപ്രോച്ച് ചെയ്തു. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തെ ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ പറഞ്ഞു, ആരാ പറഞ്ഞ തരത്തില്ലെന്ന്? ഞാൻ പറഞ്ഞു, അവരാ പറഞ്ഞേ. അയാളുടെ സീനിയർ ഡയറക്ടറുടെ പേര് ഇഞ്ഞെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ആ പേരും നമ്പരും കൂടെ കൊണ്ട് കൊടുത്ത് അദ്ദേഹം വിളിച്ച് വെച്ച് സീനിയർ ഡയറക്ടറോട് പറഞ്ഞു, ഇതുണ്ട്, എനിക്കൊരു കൺവെൻഷൻ നടത്താൻ വേണ്ടി ആ ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് വേണം, വാടകയില്ല, ഫ്രീ ആയിട്ട് വരണം. അത് ഒരു 6 ദിവസത്തേക്ക് വേണം. ഞാൻ 3 ദിവസത്തേക്കാണ് ചോദിച്ചത്. ഒരു 6 ദിവസത്തേക്ക് വേണം. അതിൽ പറഞ്ഞു, സാർ എപ്പോൾ വേണേൽ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 6 ദിവസത്തേക്ക് അവിടുത്തെ മീറ്റിങ്ങിന് അനുവാദം കിട്ടി. V.A. തോമസ് സാറാണ് വരേണ്ടത്. അന്ന് മുതൽ ഊമക്കത്തുകൾ ആരംഭിച്ചു. V.A. തോമസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എണ്ണം തലയും കൊണ്ട് ഇവിടുന്ന് പോകില്ല, വെട്ടും കൊല്ലും വെടിവെക്കും എന്തെല്ലാം കാണണമായിരുന്നു. ഒരു അടുക്ക് ലെറ്ററുമായി ഞാൻ സാംഗ്ലിയാന സാറിൻ്റെ അടുക്ക് ചെന്നു. എന്നുവെച്ച് പറഞ്ഞു, സാർ തേണ്ട ഇങ്ങനെയാണ് മറുപടി, തേണ്ട ഗ്രൗണ്ട് കിട്ടി, പരസ്യവും കൊടുത്തു, ഇതാണ് റെസ്പോൺസ്. പുള്ളി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നോട്ടീസ് അടിക്കുന്ന കൂട്ടത്തിൽ ഇനാഗുറേഷൻ ബൈ S.T. സാംഗ്ലിയാന IPS എന്ന് വെച്ചേക്കാൻ പറഞ്ഞു. ഞാനാണ് ഇനാഗുറേറ്റ് ചെയ്യാൻ വരുന്നത്, എൻ്റെ പേരോട് വെച്ചേക്കാൻ പറഞ്ഞു. നോട്ടീസിൻ്റെ 10 കോപ്പി തരാൻ പറഞ്ഞു കൊടുത്തു. ആ 10 കോപ്പി അദ്ദേഹം ചുറ്റുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അയച്ചു കൊടുത്തു. സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് ചെയ്തോളാൻ പറഞ്ഞു. കൺവെൻഷൻ്റെ ദിവസമായി എതിർക്കാൻ വന്നവർ 1000 പേരെങ്കിലും ഉണ്ട്. ഒരു 43 പോലീസ് ഓഫീസേഴ്സ് തോക്കുമായിട്ട് അവരുമുണ്ട്. ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും. ക്രമീകരണം നടന്നു. സാംഗ്ലിയാന സ്റ്റേജിലോട്ട് കയറി പറഞ്ഞു, ഇന്ത്യ സെക്യുലർ രാജ്യമാണ്, ആ നിയമം നടത്താൻ വേണ്ടിയാണ് എനിക്ക് റാങ്ക് തന്നെ എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ഒരു ബാഡ്ജൊക്കെ ഉണ്ട് IPSൻ്റെ, എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് അതിനാണ്. പക്ഷേ എനിക്കിവിടെ കാവലിരിക്കാൻ പറ്റത്തില്ല. 43 പോലീസ് ഓഫീസേഴ്സ് തോക്കും തോട്ടായുമുള്ളവർ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ചുമതലയിൽ ഞാൻ വിടുകയാണ്. ഒരുത്തൻ അനങ്ങിയെങ്കിൽ ഇറ്റ്സ് എ ഫയറിംഗ് ഓർഡർ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം, ആ പദമാണ് ഞാനിപ്പോൾ ഉപയോഗിച്ച്, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ടതിന് ആരെങ്കിലും അനങ്ങിയെങ്കിൽ ഫയറിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. 43 ഓഫീസേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകാവൂ. സാർ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. മീറ്റിംഗ് തീർന്ന് എല്ലാവരും വീട്ടിൽ ചെല്ലുന്നത് വരെ ഒരു പൂച്ച പോലും ശബ്ദിച്ചിട്ടില്ല. കാരണം ഒരു അധികാരം നടത്തുന്നവന്. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു മീറ്റിങ്ങിന് സാംഗ്ലിയാന സാറിനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നു. ഞാനുമുണ്ട്, എൻ്റെ മൂത്ത മോനുമുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഒരു MLA ഓടിക്കേറി വരുന്നത്. MLA കണ്ട് ഇദ്ദേഹം എഴുന്നേറ്റു. എന്താ സാർ ഇങ്ങനെ ഒരു പെട്ടെന്ന് ധൃതിയിൽ വരുന്നതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, നിൻ്റെ ഒരു പോലീസുകാരൻ എൻ്റെ കോളറിന് പിടിച്ച് വലിച്ചിടാന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര തെറ്റാ. എൻ്റെ പോലീസുകാരൻ സാറിൻ്റെ കോളറിന് പിടിച്ചു. അതെടാ ഇന്ന ബസ് സ്റ്റാൻഡിലുള്ളത് ഇന്നതാ കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് വയർലെസ് സെറ്റ് ഓൺ ചെയ്ത് വെച്ച് പറഞ്ഞു, അവിടുത്തെ ഡെപ്യൂട്ടി അസിസ്റ്റൻറ്റ് കമ്മീഷണറും അവിടെ ഡ്യൂട്ടിയിലുള്ള ഓഫീസേഴ്സ് മുഴുവനും കൂടെ ഇന്നയാളിനെ കൊണ്ടിവിടെ വരാൻ പറഞ്ഞു. എന്നിട്ട് സാറിന് എന്തോ വേണ്ടത്, കൂൾ ഡ്രിങ്ക്സ് വേണോ, സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണോ, ചായ വേണോ, കാപ്പി വേണോ, സാറേ പറ്റിപ്പോയത് തെറ്റ്, ഇപ്പം അവനൂടെ വന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പോലീസുകാരൻ വന്നുടനെ ചോദിച്ചു, സാറിനെ അറിയുമോ? സാർ, എൻ്റെ എന്നൊരു അബദ്ധം പറ്റി. MLA എന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. അവിടെ കോളേജിൽ പോകുന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുണ്ട്. അതിൻ്റെ മുമ്പിലത്തെ കഥയിൽ കൂടെ പെമ്പിള്ളേരും പുറകിലത്തെ കഥയിൽ കൂടെ ആമ്പിള്ളേരും കയറണമെന്നാണ് റൂള്. ഇയാളെ പെമ്പിള്ളേരെ ഉപദ്രവിച്ച് അതിനകത്തൂടെ കയറി സാർ. ഇവൻ MLA എന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കോളറിന് പിടിച്ച് പുറകോട്ട് വലിച്ചതാണ്. അടുത്ത ചോദ്യം അടുത്ത് നിന്ന ഇൻസ്പെക്ടറോട്, എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്തില്ല? ഇവനോട് താനെന്താ പറയുന്നത്? ഞാൻ ഇവിടുത്തെ MLA. അത് പാർലമെൻറ്റ് പോയി പറയടോ. എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ താങ്കൾ കുറ്റവാളിയാ. കമോൺ, കഫിം, വിലങ്ങ് വെക്കാൻ. അതാ സാംഗ്ലിയാന. മറ്റതൊക്കെ പാർലമെൻറ്റിൽ പോയി പറഞ്ഞോണ്ട്. എൻ്റെ മേലൊരു അധികാരം നിക്ഷിപ്തമാണ്. ആ അധികാരത്തിൽ കുറ്റം ചെയ്തവനെ ശിക്ഷിച്ചേ മതിയാകൂ. ഞാനും മുന്നേറുമുണ്ട്. നിയമം നടത്തുന്ന ചിലരുണ്ട്. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്നിൽ നിക്ഷിപ്തമായ ദൈവീയാധികാരത്താൽ ഈ ജനത്തിന് വിരോധമായി ഉപയോഗിപ്പാൻ ഒരുക്കി വച്ചിരിക്കുന്ന ആയുധങ്ങൾ ക്രിസ്തുവിൻ്റെ കാൽവരിയിൽ താഴെപ്പോയത് ഇന്ന് പകൽ ഉപയോഗിക്കാതെ കീഴടങ്ങുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുക. അതാണ് ആത്മാവിൻ്റെ പ്രമാണം. യേശുവിൻ്റെ നാമത്തിൽ ആ ആയുധങ്ങൾ യേശു താഴെ വെപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 16:19 വായിക്കണ്ട. സാത്താൻ്റെ അധികാരങ്ങളെ കെട്ടിക്കൊണ്ട്
പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവരാജ്യത്തിൻ്റെ വസ്തുതകൾ അറിയിക്കുവാൻ, പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ട ഞാൻ എൻ്റെ ശരീരത്തിൽ ദൈവശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങളും അത് തിരിച്ചറിയണം. ഇന്ന് പകൽ ദൈവനാമത്തിൽ ഒരു വിടുതൽ പ്രഖ്യാപിക്കുകയാണ്. മത്തായി 18:18 സഭയ്ക്കകത്തേക്കുള്ള അധികാരങ്ങളുണ്ട്, അത് ഞാൻ തൊടുന്നില്ല. യെരമ്യാവിൻ്റെ പുസ്തകം 1:10 പൊയ്ക്കോ, നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിനക്ക് നേരെ നിൽക്കയില്ല. യോശുവ 1:15 1:5 അതേ കാര്യം കാണാം. യെരമ്യാ 1:10 യോശുവ 1:5 എൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു ശക്തിയും എനിക്ക് നേരെ നിൽക്കാതെ വേണം. എൻ്റെ കൃപയിൽ നിർത്തിയിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ജനത്തിന് അനുകൂലമായി ഞാൻ പൈശാചിക കെട്ടുകളെ ബ്രേക്ക് ചെയ്യാൻ പോവാ. സൈന്യത്താലും ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഇവിടെ നിന്നുകൊണ്ട് ഇനി ഞാൻ യേശുവിൻ്റെ കാൽവറിയിലേക്ക് തിരിയാൻ പോകുകയാണ്. കാര്യം അതാണ് നമ്മുടെ കൈമാറ്റത്തിൻ്റെ ഇടം. എ സിംഗിൾ പോയിൻ്റ് ഓഫ് എക്സ്ചേഞ്ച്. ഇതിനു മുമ്പ് പദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എ സിംഗിൾ പോയിൻ്റ് ഓഫ് എക്സ്ചേഞ്ച്. പാപം, രോഗം, ശാപം, നരകം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരിടം. എ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്. ഞാൻ ദുബായിൽ പോയിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ദിറംസ് ഉണ്ടെന്നിരിക്കട്ടെ, അവിടുത്തെ നാണയം. UK പോയിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൗണ്ട്സ് ഉണ്ടെന്നിരിക്കട്ടെ, അവിടുത്തെ നാണയം. പക്ഷേ എനിക്കിവിടെ വേണ്ടത് ഇന്ത്യൻ റുപ്പീസാണ്. എൻ്റെ കയ്യിലുള്ള നാണയങ്ങൾ എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടു കൊടുക്കും. അവരത് വാങ്ങിച്ചേച്ച് പകരം എനിക്ക് ഇന്ത്യൻ നാണയം തരും. യേശുവിൻ്റെ കാൽവറി ഇറ്റ്സ് എ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ ശാപം അങ്ങോട്ട് കൊണ്ട് കൊടുത്തേച്ച് അനുഗ്രഹം ഇങ്ങോട്ട് വാങ്ങുന്ന, നിങ്ങളുടെ രോഗം അങ്ങോട്ട് കൊണ്ട് കൊടുത്തേച്ച് ആരോഗ്യം ഇങ്ങോട്ട് വാങ്ങുന്ന, നിങ്ങളുടെ ദുഃഖം അവിടെ കൊണ്ട് സമർപ്പിച്ചേച്ച് കൃപ ഇങ്ങോട്ട്, സന്തോഷം ഇങ്ങോട്ട് വാങ്ങുന്ന ദൈവത്തിൻ്റെ ആ പ്ലേസ് ഓഫ് എക്സ്ചേഞ്ച്, കൈമാറ്റത്തിൻ്റെ ഇടം, ദ ഡിവൈൻ എക്സ്ചേഞ്ച്. ഇന്ന് പകൽക്കാലം ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് ഇവിടെ നടക്കട്ടെ. പുറമേ കണ്ടാൽ ചിരിച്ചു കാണിക്കുന്നെങ്കിലും അകമേ ദുഃഖിക്കുന്ന ചിലത്, ലജ്ജാഭാരം മുതൽ വിഭിന്ന മാനസിക സംഘട്ടനങ്ങൾക്ക് അടിമകളായ ചിലർ ഇന്ന് പകലൊരു വിടുതലിലേക്ക് വരേണ്ടതിന് നിങ്ങളുടെ ആ ഭാരങ്ങൾ ക്രൂശിൻ്റെ ചുവട്ടിലോട്ട് അർപ്പിക്കുക. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ദൈവശക്തിയും അനുഗ്രഹവുമായി നിങ്ങൾ മടങ്ങിപ്പോകും. നമുക്ക് എന്തൊക്കെ വേണ്ടാത്തതുണ്ടോ അത് അംഗീകരിക്കുന്ന ഒറ്റ എക്സ്ചേഞ്ചേ ഉള്ളൂ, അത് കാൽവറിയാണ്. 4 കീറിയ നോട്ടും കൊണ്ട് ഇവിടുത്തെ മണി എക്സ്ചേഞ്ച് ചെന്ന് അവരെടുക്കുകയില്ല. ഒരു കീറിയ ഷർട്ടും കൊണ്ട് ഇവിടുത്തെ ക്ലോത്ത് എക്സ്ചേഞ്ച് ചെന്നാൽ അവർ അംഗീകരിക്കത്തില്ല. ഒരു പൊട്ടിയ കുപ്പിയുമായി എവിടെയെങ്കിലും ചെന്നാൽ അവർ അംഗീകരിക്കത്തില്ല. ഏത് പൊട്ടക്കുപ്പിയും അംഗീകരിക്കുന്ന, ഏത് കീറിയ വസ്ത്രവും അംഗീകരിക്കുന്ന ഒറ്റ എക്സ്ചേഞ്ച് യേശുവിൻ്റെ കാൽവറിയാണ്. സിംഗിൾ പോയിൻ്റ് ഓഫ് എക്സ്ചേഞ്ച്. ഇന്ന് പകൽ ആ പോയിന്റിലേക്ക് നിങ്ങൾ വരുവാൻ ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുക. ഇന്ന് അതിനൊരു വിടുതലുണ്ടാകും. യോങ് ചൗ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം കൂടെ എടുത്തു പറയാം. ഒരമ്മ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് വെച്ച് പറഞ്ഞു, എനിക്ക് 3 ആൺകുഞ്ഞുങ്ങളും ഭർത്താവും ഒരു മോളുമാണ് ഉള്ളത്. എൻ്റെ മോൾ വഴിതെറ്റിപ്പോയി. അവൾ അന്യപുരുഷന്മാരോടുകൂടെ ഹോട്ടലുകളിൽ പാർക്കുന്നു. എൻ്റെ ആമ്പിള്ളേർക്കും എൻ്റെ ഭർത്താവിനും എനിക്കും ഈ പട്ടണത്തിൽ താമസിക്കുന്നത് ലജ്ജാകരമായി വരുന്നു. അതുകൊണ്ട് ആ മോളങ്ങ് ചത്തുപോകാനോ അവൾ ചത്തില്ലെങ്കിൽ ഈ പട്ടണത്തിൽ നിന്ന് പോകാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർ, ഇനി മുതൽ അങ്ങയുടെ ചർച്ചിൽ വരാൻ ഒക്കത്തില്ല. കാര്യം എൻ്റെ മകൾ അതുപോലെ നശിച്ചു, ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കി. അവളങ്ങ് ചത്തു കിട്ടാൻ പ്രാർത്ഥിക്കാമോ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് പോകുക. ഞങ്ങൾക്ക് 1 മിനിറ്റ് പ്രാർത്ഥിച്ചേച്ച് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, നമുക്ക് യേശുവിൻ്റെ കാൽവറിയോടെ അടുത്ത് വരാം. അമ്മയുടെ ഹൃദയ കണ്ണുകൊണ്ട് അമ്മോടെ രൂപം ഒന്ന് കണ്ടേ. അമ്മയ്ക്ക് നല്ലതായിട്ട് സ്വന്തം മോളല്ലേ, അമ്മോടെ രൂപം ഒന്ന് കണ്ടേ. യേശുവിൻ്റെ കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ട രൂപം അപ്പുറത്ത് നിൽക്കുന്ന കാഴ്ചയൊന്ന് കണ്ടേ. ഇതാ ആ കൈ കാണി കൊണ്ട് തറച്ചിരിക്കുന്നതിലൂടെ രക്തം താഴോട്ട് ഒഴുകുന്ന കാഴ്ച അമ്മയുടെ ആത്മക്കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടേ. അമ്മയുടെ മോൾ അങ്ങോട്ട് മാറി നിൽക്കുന്നുവെന്ന് കണ്ടേ. അവിടെ തലയിലോട്ട് രക്തത്തുള്ളികൾ വീഴുന്നതായിട്ട് അമ്മയൊന്ന് കണ്ടേ, അമ്മയുടെ ആത്മക്കണ്ണുകൾ കൊണ്ട്. അമ്മ പറഞ്ഞു, എനിക്കത് കാണാൻ പാസ്റ്ററെ, ഞാനത് കണ്ടു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം, കർത്താവേ, ആ രക്തത്തുള്ളികൾ ഈ മോടെ മേൽ വീഴണേ, അവൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണേ. പിറ്റേ ദിവസം അമ്മ വന്നേച്ചു പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എൻ്റെ മോള് തിരിച്ചു വീട്ടിൽ വന്നു. അവിടെ സകല പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. എൻ്റെ ഭർത്താവ് അവളോട് ക്ഷമിച്ചു, എൻ്റെ ആമ്പിള്ളേർ ക്ഷമിച്ചു. ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് അതേ വീട്ടിൽ തുടരും. ഒരിക്കൽ ഇതെൻ്റെ ചർച്ചിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അണ്ട പടയാളി വന്ന് യേശുവിൻ്റെ വിലാപ്പുറത്ത് ഒരൊറ്റ കുത്തുകുത്തിയല്ലോ, ആ കുത്തുമ്പോൾ ചീറ്റിത്തെറിച്ച രക്തം നിങ്ങളുടെ മേൽ തെറിച്ചു വീഴുന്ന ഒരു കാഴ്ച ഒന്ന് ആത്മക്കണ്ണുകൾ കണ്ടു. എനിക്കൊന്ന് പല ക്യാൻസർ രോഗികൾ അന്ന് സൗഖ്യമായി,
പല ക്യാൻസർ രോഗികൾ അന്ന് സൗഖ്യമായി. തെറിച്ചു വീഴുന്ന കാഴ്ച നിങ്ങളുടെ ആത്മക്കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടു. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ കാൽവറി എ പ്ലേസ് ഓഫ് ടോട്ടൽ എക്സ്ചേഞ്ച്, എ സിംഗിൾ പോയിന്റ് ഓഫ് ഡിവൈൻ എക്സ്ചേഞ്ച്. എന്നാൽ യേശുവിൻ്റെ മരണം കൊണ്ട് നമുക്ക് സാധിച്ചതെന്ത്? ഒന്ന്, യേശു മരിച്ചതിനാൽ എനിക്ക് നിത്യജീവൻ ലഭിച്ചു. ശാപമൊക്കെ പിന്നെ. ഒന്ന്, എനിക്ക് നിത്യജീവൻ. രണ്ട്, യേശു ശിക്ഷിക്കപ്പെട്ടതിനാൽ എനിക്ക് ക്ഷമ ലഭിച്ചു. എനിക്ക് ക്ഷമ ലഭിച്ചു. യേശു അടിയേറ്റതിനാൽ, അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. യേശു നിന്ദിതനായതിനാൽ ഞാൻ മാനിക്കപ്പെട്ടു. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടതിനാൽ പിതാവ് എന്നെ മകനായി മകളായി അംഗീകരിച്ചു. യേശു താഴ്ച അനുഭവിച്ചതിനാൽ, ഞാൻ ഒന്നുകൂടെ വായിക്കാം, എനിക്ക് ഉയർച്ച ലഭിച്ചു. യേശു ദരിദ്രനായതിനാൽ എന്നെ സമ്പന്നനാക്കി. സാമ്പത്തിക പ്രശ്നം ഇവിടെയാണ് കൊണ്ടുവരുന്നത്. യേശു ദരിദ്രനായത് ആത്മാവിലല്ല. ചിലർ പറയും യേശു നമ്മെ ധനികരാക്കിയത് ആത്മാവിലാണ്. അപ്പോൾ യേശു ദരിദ്രനായത് ആത്മാവിലാണോ? അല്ല, ഭൗതികത്തിലാണ് ദരിദ്രനായത്. എങ്കിൽ ഭൗതികത്തിൽ എന്നെ ഉയർത്തും. യേശു ദരിദ്രനായി, ഞാൻ സമ്പന്നനായി. യേശു ശാപമായി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഞാനൊരു പുതു സൃഷ്ടിയായി. ഞാൻ ദൈവഗ്രഹത്തിൻ്റെ ഗ്രഹവിചാരകനും ദൈവകുടുംബത്തിലെ മകനും മകളുമായി മാറി. ആ ബന്ധം കർത്താവ് തിരിച്ചു തന്നു. ഇതാണ് കാൽവറി. കാൽവറിയുടെ 10 സാധ്യതകൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാൻ പോകാം. ഒന്ന്, യേശു മരിച്ചു, പകരം എനിക്ക് നിത്യജീവൻ ലഭിച്ചു. രണ്ട്, യേശു ശിക്ഷിക്കപ്പെട്ടു, പകരം എനിക്ക് ക്ഷമ ലഭിച്ചു. മൂന്ന്, യേശു അടിയേറ്റു, പ്രതിപകരം എനിക്ക് സൗഖ്യമായി, അടിപ്പിണരുകളാൽ സൗഖ്യമായി. 4, യേശു ദരിദ്രനായി, ഞാൻ മാനിക്കപ്പെട്ടു, ഞാൻ ധനികനായി. യേശു നിന്ദിതനായി, ഞാൻ മാനിക്കപ്പെട്ടു. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു, ഞങ്ങളെ മക്കളാക്കി അംഗീകരിച്ചു. 6, യേശു താഴ്ച അനുഭവിച്ചു, എനിക്ക് ഉയർച്ച ലഭിച്ചു. 7, യേശു ദരിദ്രനായി, എന്നെ സമ്പന്നനാക്കി. 8, യേശു ശാപമായി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ആകത്തുക ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഇങ്ങോട്ട് വന്നതല്ല തിരിച്ചു പോകാൻ പോകുന്നത്. വിവാഹത്തിന് വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കയറി വന്നു, ഒരു ദേഹമായി മടങ്ങിപ്പോകുകയാണ്. നിങ്ങോട്ട് കയറി വന്ന ദൈവപൈതലേ, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു, ക്രിസ്തുവുമായി ഇറങ്ങിപ്പോകുന്നതിനാൽ ക്രിസ്തുവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. പുതിയ തീരുമാനം, പുതിയ പ്രതിഷ്ഠ, പുതിയ ആഴം, പുതിയ അനുഭവം, പുതിയ സമർപ്പണം. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. ഞാൻ ദൈവഗ്രഹത്തിലെ അവകാശിയാണ്. ഞാൻ ദൈവഗ്രഹത്തിലെ ഗ്രഹവിചാരകനാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ചിലർ എന്നത്തെ തൊട്ടാലും ശാപമാണ്. തൊടുന്നതിലെല്ലാം കീഴ്ഗതി, ശാപലക്ഷണങ്ങളിലൊന്നാണ്. വേറെ ചിലർ തൊടുന്നതിലെല്ലാം അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹ ലക്ഷണങ്ങളിലൊന്നാണ്. ഞാൻ തൊടുന്നതിലൊക്കെയും വിജയിക്കും. അത് ജോസഫിൻ്റെ മാത്രം കൃപയല്ല, എൻ്റെ മേലുള്ളതാണ്. വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം കൂടെ ഞാൻ ഉദ്ധരിക്കട്ടെ. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. എൻ്റെ ഇല വാടത്തില്ല, എൻ്റെ ഇല വാടത്തില്ല, ഫലം പൊഴിയത്തില്ല. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും, എൻ്റെ ഫലം നിലനിൽക്കും. ഞാൻ പൊഴിഞ്ഞു പോകുന്ന ഫലമല്ല കായ്ക്കുന്നത്, നിലനിൽക്കുന്ന ഫലം. ഇത്രയും കാര്യങ്ങൾ അംഗീകരിക്കുന്നവർ എൻ്റെ പിന്നാലെ യേശുവിൻ്റെ കാൽവറിയെ ഏറ്റുപറയണം. ബൈബിളിൻ്റെ വ്യവസ്ഥ, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക, വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ഏറ്റുപറയുവാൻ ഞാനൊരവസരം തരികയാണ്. ഞാൻ ഓരോ വാചകങ്ങൾ വീതം പറയും. യേശു മരിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. ഇത് പറയുമ്പോൾ വിശ്വസിക്കുന്നവർ, സത്യമായി ഹൃദയം കൊണ്ട് ഏറ്റെടുത്തവർ, ഇത് അംഗീകരിക്കുന്നവർ, വിശ്വാസം പ്രായോഗികമാക്കുമെന്ന് പറയുന്നവർ എൻ്റെ പുറകെ ഇത് ഏറ്റുപറയണം. റെഡി? ഒരു വ്യത്യസ്തമായ ആത്മാന്തരീക്ഷം എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? ആമേൻ. എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന വാചകങ്ങൾ ദയവായി വിശ്വസിക്കുന്നവരെ ഏറ്റു പറഞ്ഞാലും, യേശു മരിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. യേശു മരിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. യേശു ശിക്ഷിക്കപ്പെട്ടു, എനിക്ക് ക്ഷമ ലഭിച്ചു. യേശു ശിക്ഷിക്കപ്പെട്ടു, എനിക്ക് ക്ഷമ ലഭിച്ചു. യേശു അടിയേറ്റു, അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. യേശു അടിയേറ്റു, എനിക്ക് സൗഖ്യമായി. യേശു നിന്ദിതനായി, ഞാൻ മാനിക്കപ്പെട്ടു. യേശു നിന്ദിതനായി, ഞാൻ മാനിക്കപ്പെട്ടു. ഇത് ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഞാൻ അംഗീകരിക്കുന്നു. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു,
എന്നെ മകനും മകളുമായി അംഗീകരിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. പിശാചേ, നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഞാനൊരു ദൈവപൈതലാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. എന്നെ മകനായി അംഗീകരിച്ചു. യേശു താഴ്ച അനുഭവിച്ചു. എനിക്ക് ഉയർച്ച ലഭിച്ചു. യേശു ദരിദ്രനായി എന്നെ സമ്പന്നനാക്കി. യേശു ദരിദ്രനായി എന്നെ സമ്പന്നനാക്കി. യേശു ശാപമായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഞാനൊരു പുതു സൃഷ്ടിയാ. ഇപ്പോൾ മുതൽ ക്രിസ്തുവിൽ ഞാനൊരു പുതു സൃഷ്ടിയാ. ഞാൻ ദൈവഗ്രഹത്തിൻ്റെ അവകാശിയാ. ഞാൻ ദൈവഗ്രഹത്തിൻ്റെ അവകാശിയാ. ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കും. എൻ്റെ ഇല വാടുകയില്ല. എൻ്റെ ഫലം പൊഴിയുകയില്ല. ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കും. ഞാനിത് വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ദൈവം എന്നോടുകൂടെ ഉണ്ട്. ശാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടി ഞാൻ സ്വതന്ത്രമായി. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിത്യപിതാവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ വരെ അനുഗ്രഹിച്ച് ശാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ദൈവം എനിക്ക് തന്ന അടിയനിൽ നിക്ഷിപ്തമായ ദൈവാധികാരത്തിൽ നിന്നുകൊണ്ട്, ദൂതന്മാരുടെ കാവലിൽ നിന്നുകൊണ്ട്, രക്തത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശാപക്കെട്ടുകളെ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക്. ശാപത്തിൻ്റെ കെട്ടുകൾ, ഇവരുടെ മേൽ വെച്ചിരിക്കുന്ന നുകങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒടിയുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് ഒടിഞ്ഞു മാറട്ടെ. ഒരു ദൈവിക ജയം അങ്ങയുടെ ജനത്തിൻ്റെ മേലിരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.